To all of you. The class is on record, so it will be given link tomorrow morning, and we can start the class that the place where we stopped last class. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന ഭാഗമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ ആ ഒരു രൂപത്തിലല്ല പറയുന്നത്, നമ്മളൊരു സ്റ്റോറി ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഒരു കഥാരൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റൈല്. അപ്പോൾ ഇന്നും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിൻ്റെ ഭാഗങ്ങൾ വിശദീകരിക്കുന്ന ക്ലാസ്സുകൾ വരുന്നുണ്ട്. നമ്മുടെ ബാച്ചിലെ കുറച്ച് കുട്ടികൾക്ക് കൂടി, ഇപ്പോൾ ഇന്നലെ വരെ പേയ്മെൻറ്റ് ചെയ്ത് അഡ്രസ്സ് അയച്ച കുറച്ച് കുട്ടികൾക്ക് കൂടി ബുക്ക് ഇന്ന് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത ആഴ്ചയോടുകൂടി എല്ലാവർക്കും കയ്യിൽ ബുക്കുള്ള ഒരു സ്ഥിതിയിലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഒതൻറ്റിക്കലി നമ്മൾ ഈ ടെക്സ്റ്റൽ ലെസണാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം അറിയിച്ചോട്ടെ. അപ്പോൾ നമ്മുടെ ഈ ബാച്ചിലുള്ള ഏകദേശം ഒരു 50% ടീച്ചേഴ്സിനും ചെറിയൊരു പരിഭവം പലപ്പോഴും പറയാറുണ്ട്. അവർ പറയുന്ന പരിഭവത്തിൻ്റെ ആ ഒരു രത്നചുരുക്കം ഞാനിങ്ങനെ പറയാം. കുറേ വർഷങ്ങളായിട്ട് ഈ വിദ്യാഭ്യാസ രംഗവുമായി ടച്ചില്ല. മാത്രമല്ല, പഠിക്കുന്ന കാലത്ത് തന്നെ ഇംഗ്ലീഷായിരുന്നു ബുദ്ധിമുട്ടേറിയ വിഷയം. അപ്പം അന്ന് തന്നെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ടച്ച് ഇല്ലാതെ ഒരു 3-4 വർഷങ്ങൾ, അല്ലെങ്കിൽ 6-7 വർഷം, അത് അല്ലെങ്കിൽ 10-15 വർഷം കഴിഞ്ഞു പോയി. അപ്പോൾ ഇനി ഈ സമയത്ത് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ലാംഗ്വേജ് നന്നായിട്ട് സ്കില്ല് കിട്ടൂലേ, ആത്മാർത്ഥമായി പഠിക്കാൻ എന്താണ് വഴി, എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ പലരും എന്നോട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ മോണ്ടിസോറി, പ്രീ പ്രൈമറി, അറബിക് TTC, കമ്പ്യൂട്ടർ TTC, ഹിന്ദി TTC, ഇതൊക്കെ നമ്മളെ കോഴ്സ് തന്നെയാണ്. അപ്പോൾ ഇതിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുന്ന പല ആളുകളും ചോദിക്കാറുണ്ട്, എന്താണ് സാറേ ഈ ഒരു പ്രോബ്ലം, ഈ ലാംഗ്വേജ് സ്കിൽ ഉണ്ടാക്കാനുള്ളൊരു വഴി എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ചില ബാച്ചൊന്നും ഞാൻ വിവരം പറഞ്ഞു കൊടുത്തില്ല, കാരണം മറന്നുപോയതായിരുന്നു. ഒഫീഷ്യലി നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ വീക്കിൽ ഒരാളെൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അയാൾക്ക് ഞാൻ ആ നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുത്തു, ലാംഗ്വേജ് പഠിക്കാനുള്ള വഴികൾ എന്തൊക്കെയെന്നുള്ളത്. അതിന് ഒരു 2-3 മിനിറ്റ് ഞാൻ നിങ്ങളെ സമയം ചോദിക്കുകയാണ്. അത് പറഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചത്, ഇംഗ്ലീഷ് പഠിച്ചു വന്ന രീതി എന്താണോ അത് തന്നെയാണ് ഇനിയും നമുക്ക് മുന്നോട്ട് പഠിക്കാൻ നല്ലത്. മൈക്ക് ഇടക്ക് ഓണാക്കുന്നവർ ഓഫാക്കി വെക്കും കേട്ടോ. ക്ലാസ്സിൻ്റെ ഈ ലൈവ് വീഡിയോൻ്റെ ഡൗൺലോഡിങ് സ്പീഡ് നന്നായിട്ട് ബാധിക്കും. ഓക്കെ, പിന്നെ ക്യാമറൻ്റെ ഇഷ്യൂ അത് തന്നെയാണ്. ക്യാമറ നിങ്ങൾ ഓണാക്കുന്നില്ലെങ്കിൽ അത് തന്നെയാണ് നല്ലത്. മൈക്ക് എന്തായാലും ഓണാക്കരുത്, കാരണം രണ്ടും ഈ ക്ലാസ്സിൻ്റെ നെറ്റ്വർക്ക് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ക്ലാസ് ലൈവായി വീക്ഷിക്കുന്നവർക്ക് പാര വെക്കുന്നതാണ് രണ്ടും കേട്ടോ. പക്ഷെ നമുക്ക് നിർബന്ധമായും ക്യാമറ ഓണാക്കേണ്ട സമയങ്ങൾ വരും, മൈക്ക് ഓണാക്കേണ്ട സമയങ്ങൾ വരും. അപ്പോൾ നിങ്ങൾക്ക് ഓണാക്കാവുന്നതാണ്. ഓക്കെ, യെസ്. അപ്പം അങ്ങനെ പറഞ്ഞതിൽ ആരൊന്നും വിചാരിക്കരുത് കേട്ടോ. യെസ്. അപ്പോൾ എന്താണ് ലാംഗ്വേജ് പെട്ടെന്ന് സ്കില്ല് ആയി കിട്ടാൻ എന്താണ് വഴി എന്നുള്ളതാണ്. അപ്പം ഞാൻ നിങ്ങളടുത്ത് ഒരു പുസ്തകം പരിചയപ്പെടുത്താം, ഒരു ബുക്ക്. ഞാൻ ഈ ബുക്കിൻ്റെ ബ്രാൻഡ് അംബാസഡറോ ഒന്നുമല്ല കേട്ടോ, ഒന്നുമല്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ കയ്യിലെത്തിയ ഒരു പുസ്തകം. പിന്നീട് ആ പുസ്തകം 4 പ്രാവശ്യം ഞാൻ വാങ്ങിച്ചു. 4 പ്രാവശ്യവും എൻ്റെ പല കൂട്ടുകാരായിട്ട് വാങ്ങിക്കൊണ്ടുപോയി. കൊണ്ടവരാരും തിരിച്ചു തന്നില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ബുക്ക് തന്നെയാണ്. ഇതാണ് ആ ബുക്ക്. ഇത് നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കണം. അത്യാവശ്യം കട്ടി മണ്ണൊക്കെ ഉണ്ട്. 700 പേജിൻ്റെ മുകളിൽ വരുന്നുണ്ട് ബുക്കിന്. റേറ്റും ഉണ്ട്. ഈ ബുക്കിൻ്റെ പേര് ഇംഗ്ലീഷ് ഗുരുനാഥൻ. സ്വയം സെൽഫ് ലേണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു ബുക്കാണ്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഞാൻ ഈ ബുക്കിൻ്റെ ബ്രാൻഡ് അംബാസഡർ ഒന്നുമല്ല കേട്ടോ. നിങ്ങളിൽ ചില ആളുകൾക്ക് ഇംഗ്ലീഷ് എങ്ങനെ വീട്ടിൽ നിന്ന് സ്വയം പഠിച്ചുണ്ടാക്കാം എന്നുള്ള ഒരു ചോദ്യം മനസ്സിലുണ്ട്. ചില ആൾക്കാരോട് ഷെയർ ചെയ്തിരുന്നു. അവർക്കതിനുള്ള ഒരു മറുപടിയായിട്ടൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാന്നേ ഉള്ളൂ.
ഈ ബുക്കിൽ ഏകദേശം 107 ചാപ്റ്റർ തോന്നുന്നുണ്ട്. 107 110 ചാപ്റ്ററുകളിലൂടെയായിട്ട് വെട്ടമാണി എന്ന് പറയുന്ന ഒരു സാറ്, അദ്ദേഹം ഇന്ന് ജീവനോടെ ഇല്ല, ആള് മരണപ്പെട്ടു പോയി. ഒരു ഭാഷാ പണ്ഡിതനാണ്, ഇംഗ്ലീഷ് ഭാഷാ പണ്ഡിതനാണ്, മലയാള ഭാഷാ പണ്ഡിതനാണ്, ഹിന്ദി, സംസ്കൃതം തുടങ്ങിയ ഭാഷകളിൽ MA വരെ നേടിയ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇത് പക്കാ മലയാളത്തിൽ തയ്യാറാക്കിയൊരു പുസ്തകമാണ്. ഈ ബുക്ക് നമ്മുടെ കേരളത്തിൽ എല്ലാ മാർക്കറ്റുകൾ ലഭ്യമാണെന്നാണ് പറയുക. പക്ഷേ ഇപ്പോൾ ചില സ്ഥലങ്ങളൊന്നും ഇല്ല, അത് കിട്ടാനില്ല. നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. 700 രൂപയാണ് ബുക്കിൻ്റെ MRP. നമ്മൾ ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു 25 രൂപയൊക്കെ കുറഞ്ഞ് കിട്ടും, ഒന്നാം ഡിമാൻഡൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ സെൽഫ് ലേണിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് 2 രീതികളുണ്ട്. ഒന്ന് ഈ ബുക്ക് യൂസ് ചെയ്ത് കണ്ട് പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ രീതി യൂട്യൂബ് യൂസ് ചെയ്ത് കണ്ട് പഠിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ രീതിക്കാണെങ്കിൽ ക്യാഷ് ചിലവ് വരും, രണ്ടാമത്തെ രീതിക്ക് പണച്ചെലവൊന്നുമില്ല. പക്ഷെ ഒന്നാമത്തെ രീതി കുറച്ചും കൂടി എഫക്റ്റീവാണ്. കാരണം നമ്മൾ ഈ ഒരേ ഒരു ബുക്ക് മാത്രം ഉള്ളതുകൊണ്ട് ഈ ബുക്ക് വായിക്കേണ്ട സമയത്ത് വേറെ ബുക്കുകളൊന്നും പരിധി പോകില്ല. പക്ഷെ രണ്ടാമത്തെ രീതി പറഞ്ഞാൽ യൂട്യൂബിൽ നമ്മളിപ്പോൾ ഇംഗ്ലീഷിൻ്റെ വീഡിയോ കാണേണ്ട സമയത്ത് റെക്കമെൻഡേഷൻ ആയിട്ട് എന്തെങ്കിലും വല്ല ഫൺ വീഡിയോ വരികയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകും. ചട്ടമ്പീസ് പോലെയുള്ള ഒരുപാട് ചാനലൊക്കെ ഉണ്ടല്ലോ അല്ലേ, കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഇരുത്തുന്ന ചില ചാനലുകളുണ്ട്, അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ ഇനി ബുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച് അയച്ചു തരാം. ഇവിടുന്ന് വാങ്ങി അയക്കുമ്പോൾ അതിൻ്റെ പോസ്റ്റൽ ചാർജും അതിൻ്റെ ബുക്കിൻ്റെ ചാർജും വരും. ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം കേട്ടോ, അല്ലാതെ ഈ ബുക്കിൻ്റെ ആരും അല്ല, ആദ്യം പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇതിൽ കംപ്ലീറ്റ് ആണ് ഈ ബുക്ക്. ഫുള്ളായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ABCD മുതൽ MA വരെ, അത് ABCD സ്റ്റാർട്ട് ചെയ്ത് മൈക്ക് ഓണുള്ളത് ഓഫ് ചെയ്യും കേട്ടോ. ആരൊരാൾ മൈക്ക് ഓണാണ്, ഒരാൾ ഓക്കെ. അപ്പോൾ ABCD മുതൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ മലയാളത്തിൽ ഭയങ്കര എക്സ്പ്ലനേഷനാണ്. എനിക്ക് തോന്നുന്നു ഇത്രയൊന്നും മലയാളം പാടില്ല. ഇംഗ്ലീഷ് ഉണ്ട്, എന്നാൽ മലയാളത്തിൽ ഭയങ്കര എക്സ്പ്ലനേഷൻ. MA പഠിക്കുന്ന ഒരാൾക്ക് എത്ര കണ്ട് ഇംഗ്ലീഷ് നോളേജ് ഉണ്ടോ ആ ലെവലിലേക്ക് ഈ ബുക്ക് എത്തിക്കുന്നതാണ് ഈ ബുക്കിൻ്റെ അവതാരിക ഭാഗത്ത് എഴുതിയിരിക്കുന്ന, ആമുഖ ഭാഗത്ത് എഴുതിയിരിക്കുന്ന നോട്ട്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം ഞാൻ SLCക്ക് പഠിക്കേണ്ട സമയത്താണ് ഈ ബുക്കിൻ്റെ പഴയ കോപ്പി എൻ്റെ കയ്യിൽ ആദ്യമായി വരുന്നത്. ഞാൻ അന്ന് ഇത് ബുക്ക് നന്നായി പഠിച്ചിരുന്നു. പിന്നെ പലപ്പോഴായിട്ട് ഈ ബുക്ക് വാങ്ങിച്ച കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ വേണ്ടവർ ജസ്റ്റ് ഒന്ന് വാട്സപ്പിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ആൻസർ തരാം. ഇനി ഇത് വാങ്ങണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇത് വാങ്ങാതെ നിങ്ങൾക്ക് പിന്നെ പണം ചിലവാക്കി പഠിച്ചാൽ മാത്രമേ ഇംഗ്ലീഷ് പഠിയുള്ളൂ എന്ന് ഒരു ബുക്കിലും എഴുതി വെച്ചിട്ടില്ല, ഒരു നിയമസംഹിതയില്ല. നമുക്ക് യൂട്യൂബിൽ നോക്കിയാണ്ട് ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാം. പക്ഷെ അത് പഠിക്കാനുള്ള നിഷേധാർഢ്യം വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ബുക്ക് വാങ്ങിയാണ്ട് ഷോക്കേസിൽ കൊണ്ട് വെച്ചതുകൊണ്ട് ആർക്കും ഇംഗ്ലീഷ് പഠിയില്ല. ഈ ബുക്ക് യൂസ് ചെയ്യുന്നെ വേണം, ഡെയിലി യൂസ് ചെയ്യുന്നെ വേണം. ഡെയിലി ഒരു അരമണിക്കൂർ ഈ ബുക്കിന് ഓരോ ചാപ്റ്ററിനായി യൂസ് ചെയ്യുകയാണെങ്കിൽ 3.5 മാസം, അഥവാ 107 ചാപ്റ്റർ ഒരു 4 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല പോലെ പഠിക്കും. കണ്ടമോൻ എക്സസൈസും പ്രാക്ടീസും എക്സാമിനേഷനും ഒക്കെ ഈ ബുക്കിലുണ്ട്. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ബുക്കിൽ എനിക്ക് ഈ ബുക്ക് എടുത്ത് പറയാൻ കഴിയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അങ്ങനെയുള്ള താല്പര്യമുള്ള ആളുകൾ അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. എന്തൊരു കാര്യത്തിനും സൊല്യൂഷൻസ് ഉണ്ട്, അപ്പോൾ ആ സൊല്യൂഷൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫ്രം ദ ടൈം ബീയിങ്. ഇനി പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളുകൾ അറിയാൻ വേണ്ടി പറയുകയാണ്, നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇനി ശനി ഞായർ ദിവസങ്ങളിൽ മാക്സിമം 2 ദിവസം ക്ലാസ് തരാൻ ഞാൻ ശ്രദ്ധിക്കാം. പക്ഷെ അറിയാലോ, കുറേ തിരക്ക് പണി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ട്രാൻസ്ലേഷൻ്റെ വർക്ക് കണ്ടമാനം വർക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മോണ്ടിസോറിൻ്റെ ഫയല് ഞാൻ തന്നെ തയ്യാറാക്കിയതാണ്. അത് പിന്നെ മലയാളീകരിക്കാനുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്, തുടങ്ങിയിട്ടില്ല. അതിൻ്റെ മലയാളം തയ്യാറാക്കണം എന്നുള്ള ചില കോണെന്ന് അതിൻ്റെ മലയാളം തയ്യാറാക്കണം എന്നൊരു ആവശ്യം ഉയർന്നപ്പോൾ മുമ്പ് ഞാൻ ചെയ്തിരുന്നു. പിന്നെ അത് ഉപേക്ഷിച്ചതാണ്, കാരണം മലയാളത്തിൻ്റെ ആവശ്യമില്ലായിരുന്നുകൊണ്ട് കേട്ടോ. അപ്പോൾ മോണ്ടിസോറി, ഇപ്പോൾ നിങ്ങൾ മോണ്ടിസോറി ഫിലോസഫി ആയി പഠിക്കുന്ന ഭാഗം നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ശനി ഞായറും മാക്സിമം ഓരോ മണിക്കൂറും ക്ലാസ് തരാൻ വേണ്ടി നോക്കാം.
നമ്മളൊരു 7 8 ക്ലാസ്സുകൾ ഇതിനോടൊക്കെ എടുത്തിട്ടുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷിൽ. ആ ക്ലാസ്സുകൾ നമ്മുടെ പുതിയ ടീച്ചേഴ്സ്, പുതിയ വിദ്യാർത്ഥിനികളല്ല. എത്ര? 9, കറക്റ്റായി പറയുകയാണെങ്കിൽ 9 ക്ലാസ്. എനിക്ക് മെമ്മറി പവർ കുറച്ച് കുറവാണ് കേട്ടോ, കൂടുതലല്ല. ഒന്നുകൊണ്ടല്ല, കാരണം ഒരുപാട് കോളേജിലെ കാര്യങ്ങൾ ഓർക്കാനുണ്ട്, അതുകൊണ്ടാണ്. കാരണം പ്രസൻ്റ്ലി ഞാനിപ്പോൾ നിങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിലെ വർക്ക് കൂടാതെ 3 ഓഫ്ലൈൻ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പാടെ തലച്ചോറ് കയറ്റിയിട്ടേ പലപ്പോഴും ഒന്നും കൃത്യമായി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ എന്നെ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ഇന്നലെ അയച്ച മെസ്സേജിന് ഇന്ന് റീപ്ലൈ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഇന്ന് അതിൻ്റെ ബാക്കി നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ കൊടുത്ത റീപ്ലൈ ഞാൻ ഒന്നും കൂടി വോയിസ് കേൾക്കും. കാരണം എന്താണ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ എനിക്ക് ആ വിഷയം ഓർമ്മയിൽ വരുള്ളൂ കേട്ടോ. ഇത് SP അല്ല, ഇത് സാറിൻ്റെ മൗലൂദ് പറയാമെന്ന് കരുതണ്ട, നമ്മുടെ ഒരു നിസ്സഹാവസ്ഥ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ. ഒരമ്മയും 8 മക്കളും, എല്ലാവർക്കും രസിണ്ടായിരിക്കും. ഞാൻ ഈ കഥാരൂപത്തിൽ ക്ലാസ് എടുക്കേണ്ടത് എന്താ വെച്ചാൽ, കുറച്ച് കഴിഞ്ഞ കഥ നമുക്ക് ഒഴിവാക്കാം. കാരണം ഞാൻ തന്നെ ഒരു നല്ല കഥ ഉണ്ടാക്കിയിട്ട് അവസാനം ആ കഥ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയാതെ പരാജയപ്പെട്ട ആളാണ്. കാരണം കുട്ടികൾ പറഞ്ഞു, സാറേ ഈ കഥ പറയല്ലേ, ഞങ്ങൾ വീട്ടിൽ ഒറ്റക്കാണ്, കാരണം ഈ കഥയിൽ മുഴുനീള പ്രേതങ്ങളാണ്, അതുകൊണ്ട് കഥ പ്രശ്നം വരും എന്ന് പറഞ്ഞു. ഓക്കെ, യെസ്. എൻ്റെ ലൈഫിൽ ഞാൻ സ്കൂളിൽ 10th പഠിക്കേണ്ട സമയത്ത് എൻ്റെ ഒരു ഓൾഡ് ബാച്ച്മേറ്റ്, ഒരു പഴയ ഫ്രണ്ട്, ഒരു ഹിന്ദു സഹോദരനായിരുന്നു. ഇന്ന് അദ്ദേഹം ഒരു പെയിൻറ് പണിക്കാരനായിട്ട് അദ്ദേഹം ഇന്നും ആള് ജീവിക്കുന്നുണ്ട്, എന്നെ വിളിക്കാറുണ്ട്, ഞങ്ങൾ തമ്മിൽ കൂടാറുണ്ട്, സംസാരിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ 2 മേഖലയിലായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ തറവാടുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായി. അപ്പോൾ അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരു അല്ലേ. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ കംപ്ലീറ്റ് ഈ ഒരു നോവലായിട്ട് പറയുന്ന രീതി, നോവലെന്ന് പറഞ്ഞ നോവലൊന്നും അല്ല, അത്രയൊന്നും അതാണ്ട് ഭയങ്കര സംഭവമൊന്നുമല്ല, എങ്കിലും അതിൽ കുറേ കാഴ്ചകളും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ രൂപത്തിലുണ്ടാക്കി അതിൽ ടെൻസുകളൊക്കെ അതിലങ്ങോട്ട് ഇൻസേർട്ട് ചെയ്ത്, ടെൻസും ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും റിപ്പോർട്ടഡ് സ്പീച്ചും ആർട്ടിക്കിൾസും ഒക്കെ ഇതിലങ്ങോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ പേടിപ്പിക്കുന്ന കഥയിലൂടെ നിങ്ങളെ കുറേ കാലം മുമ്പ് പേടിപ്പിച്ച് മുഷിപ്പിച്ച ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു രീതി കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അതിൻ്റെ അത്യാവശ്യം തോന്നുന്നില്ല, നമുക്ക് ടെസ്റ്റ് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ കഥ, 2ാമത്തെ കഥ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരമ്മയും 8 മക്കളും എന്ന കഥയിൽ ശരിക്കൊരു കഥയല്ല, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഞാൻ അതിലൂടെ മലയാളീകരിച്ച് പറഞ്ഞെന്നാണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളും തിയറികളൊക്കെ ഉണ്ടാവും. എന്നാൽ അതേ തിയറി തന്നെ ഇപ്പോൾ നൗൺ എന്ന് പറഞ്ഞ നൗൺ ക്യാൻ ബി ടേംഡ് ആസ് ദ നെയിംസ് ഓഫ് പേഴ്സൺസ്, പ്ലേസസ്, ഒബ്ജക്റ്റ് എറ്റ്സെട്ര എന്ന് പറയാം. ഏതൊരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ സ്ഥലങ്ങളെയോ ഒബ്ജക്റ്റിൻ്റെയോ ഒക്കെ പേരായിട്ട് നൗണിനെ പറയാം. അതുപോലെ പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ നൗണിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയി പറയുന്ന വാക്കുകളാണ്, അത് നൗണിന് പകരം വെക്കുന്ന വാക്കാണ്. അപ്പോൾ നമ്മൾ ഈ കഥയിൽ പഠിച്ചത് നൗണിന് പകരക്കാരനായി ജനിച്ച മകനാണ് പ്രൊനൗൺ. പക്ഷെ നമ്മൾ കഥയിൽ പറഞ്ഞ പോയിന്റുകൾക്ക് പോലും നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന തിയറികളുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ആ ബന്ധം അറിഞ്ഞുകൊണ്ട് തന്നെ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇന്ന് ടെക്സ്റ്റ് ഇപ്പോഴും തുറക്കാത്തതിൽ നിങ്ങളൊന്നും വിചാരിക്കരുത്. സംഭവം ടെസ്റ്റിലുള്ള കാര്യം തന്നെ പറയേണ്ടത്, എല്ലാവരിലേക്കും ടെസ്റ്റ് എത്തിക്കോട്ടെ. കാരണം എല്ലാ സഹോദരിമാരും ടെസ്റ്റ് യൂസ് ചെയ്യട്ടെ. ഇനിയും ടെസ്റ്റ് വാങ്ങാത്ത സഹോദരിമാരുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നമ്മൾ ഡ്രസ്സിനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഒരുപാട് പണം ചെലവഴിക്കുന്നവരാണ്. ഒരു കോഴ്സിന് ചേരുമ്പോൾ ഈ കോഴ്സിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ് എന്ന് തൽക്കാലം സമാധാനിച്ചുകൊണ്ട് ബുക്ക് വാങ്ങാതിരിക്കരുത്. ബുക്ക് വാങ്ങേണ്ട നിർബന്ധമൊന്നുമല്ല, പക്ഷേ ഈ ബുക്ക് നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങളെ സഹായിക്കുന്ന ബുക്കാണ്. ഇതിലെ സ്കൂൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന വിഷയത്തിൻ്റെ ഒരു ചാപ്റ്ററിൽ പറഞ്ഞ കാര്യം തന്നെ ഞാൻ പറയാം. ഒരു ക്ലാസ് ടീച്ചറെ സംബന്ധിച്ച് അവർക്കുള്ള ഏറ്റവും വലിയ ഡ്യൂട്ടിയാണ് ക്ലാസ് PTA രൂപീകരിക്കുക എന്നുള്ളത്. ആ ക്ലാസ് PTA രൂപീകരിക്കുമ്പോൾ അവർ എന്തൊക്കെയാണ് അനുധാവനം ചെയ്യേണ്ട, ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് നന്നായിട്ട്
സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ. അതുകൊണ്ട് തന്നെ ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്കുള്ള 9 മാസമോ 10 മാസമോ നീണ്ടു നിൽക്കുന്ന ഈ ഒരു കോഴ്സിന് മാത്രമായി തയ്യാറാക്കിയതല്ല എന്ന് ആധികാരികമായി പറയുകയാണ്. ഈ പുസ്തകം ലൈഫ് ലോങ് ആണ്. നിങ്ങൾ ഒരുപക്ഷെ പെൻഷൻ ആവുന്നത് വരെയും നിങ്ങൾക്ക് നോക്കാനുള്ള റെഫറൻസ് ബുക്കാണ്. അതിനുള്ള തിയറികളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയും ആരെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ ബുക്ക് വാങ്ങിക്കുക. നിങ്ങൾ ബുക്ക് വാങ്ങാനുള്ള കാര്യം കൊണ്ട് പറയല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബുക്ക് വെച്ച് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയാത്ത അവസ്ഥ വരരുത്. അപ്പോൾ നമ്മൾ ഈ ആവശ്യങ്ങൾക്ക് നമ്മൾ പണം ചെലവഴിക്കാൻ തയ്യാറല്ല, അനാവശ്യങ്ങൾക്ക് നമ്മൾ പണം ചെലവഴിക്കാൻ തയ്യാറാണ് എന്ന അവസ്ഥ നമ്മുടെ ലൈഫിൽ ഉണ്ടാവരുത്. കാരണം നമ്മളൊക്കെ ടീച്ചേഴ്സാണ്. നമുക്ക് ഒരു പക്ഷേ ആവശ്യങ്ങൾ നമുക്ക് അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതും അനാവശ്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയതും ആയിരിക്കാം. അപ്പം അങ്ങനെ ടീച്ചേഴ്സിന് അത് പാടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അനാവശ്യങ്ങൾ പറഞ്ഞതല്ല, നമുക്ക് അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയും ബുക്ക് വാങ്ങാനുള്ളവർ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് കേൾക്കുന്നുണ്ട് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കാര്യം പറയുന്നത്. കാരണം ബുക്ക് വെച്ച് കണ്ട് പഠിക്കുമ്പോൾ നിങ്ങളുടെ വൈബ് ഒന്ന് വേറെ തന്നെയാണ്. ഓരോ കാര്യങ്ങളും ക്ലിയർ ആവും, കൃത്യമായി മനസ്സിലാവും കേട്ടോ. എന്തായാലും നമ്മൾ ഈ കാര്യത്തിന് തുനിഞ്ഞിറങ്ങി അല്ലേ. നമ്മളെന്തായാലും പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനി ആവാനോ അല്ലെങ്കിൽ മോണ്ടിസോറി ടീച്ചർ ട്രെയിനി ആവാനോ അറബിക് ടീച്ചർ ട്രെയിനി ആവാനോ ഒക്കെ നമ്മൾ ഒരുങ്ങി ഇറങ്ങി. ഇനി അത് അതിൻ്റെ മനോഹരമായ രീതിയിൽ അതുണ്ട്. നമ്മൾ പറയില്ലേ, എന്തായാലും നനഞ്ഞു, ഇനി നല്ല വില കൂടിയ സോപ്പ് തേച്ച് തന്നെ കുളിച്ച് കയറാം. അപ്പോഴേ ഒരു സ്റ്റാൻഡേർഡ് കുളി ആവുള്ളൂ അല്ലേ. കുളി നിലവാരമുള്ള കുളി ആവണം. പണ്ട് ആരോ പറഞ്ഞ പോലെ ഏതെങ്കിലും വണ്ടിൻ്റെ മുന്നിൽ ചാടിക്കാണ്ട് ആത്മഹത്യ വരികയാണെങ്കിൽ ബെൻസുകാരൻ്റെ മുന്നിൽ ചാടണം. കാരണം നല്ല വില കൂടിയ കാറല്ലേ അല്ലേ, 10 ആൾ അറിയും എന്ന് പറഞ്ഞ പോലെ പിന്നെ നമ്മൾ എന്തായാലും നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് കാര്യങ്ങൾ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഒരു കാര്യത്തിൻ്റെ കുറവ് കാരണമായി നിങ്ങൾക്ക് പഠിക്കാൻ പ്രയാസം ഉണ്ടാവരുത് ആണ് ഞാൻ പ്രത്യേകം പറയുന്നത്. നമുക്ക് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ക്ലാസ് റൂമിൽ തന്നെയുള്ള നമ്മുടെ പ്രിയ സഹോദരിമാരിൽ ഇപ്പോൾ നിങ്ങൾ ശ്രവിക്കുന്ന ഈ പ്രിയ സഹോദരൻ്റെയും കാര്യത്തിൽ ദാരിദ്ര്യം ഒരു പരിധിവരെ എല്ലാവർക്കും ഉണ്ട്. പ്രയാസങ്ങളില്ലാത്ത മനുഷ്യന്മാർ ഭൂമിയിലില്ല. ലൈഫ് ഈസ് ഫുൾ ഓഫ് നോട്ട് ഓൺലി റെഡ് റോസസ് ബട്ട് ഓൾസോ തോൺസ് എന്നാണ് ഏതൊരു കവി പറഞ്ഞേക്കേണ്ടത്. ലൈഫ് എന്ന് പറഞ്ഞാൽ റോസാപുഷ്പം കൊണ്ടുള്ള മെത്ത മാത്രമല്ല, മുള്ളും കൂടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ എന്നാണ് പറഞ്ഞേക്കേണ്ടത്. അപ്പം അതുകൊണ്ട് അതിങ്ങനെ മാറി മാറി വരും കേട്ടോ. നമുക്ക് എല്ലാത്തിനും നമ്മളെ കയ്യിൽ അതിന് വേണ്ട ഫൈനാൻസ് എത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് കഴിയില്ല. കാരണം നമുക്ക് ഓരോ സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പം അതിനു വേണ്ടി എല്ലാവരും തുനിഞ്ഞ് ഇറങ്ങുക, ക്ലാസ്സുകൾ കൃത്യമായി മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് ഒരമ്മ 8 മക്കളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, വേർബ്, ആഡ്വേർബ്, പ്രിപ്പസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇന്റർജെക്ഷൻ. ഓക്കെ, നാളെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ലിങ്ക് അയക്കുമ്പോൾ 1ാമത്തെ ക്ലാസ്സിൽ ലിങ്കും പാടെ ചേർത്തുകൊണ്ട് അയക്കുള്ളൂ. നാളെ സ്പോക്കൺ ലിങ്കും പാടെ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് വേറെ കേട്ടോ. ഇനി സ്പോക്കൺ പുതിയ കുട്ടികൾക്ക് സ്പോക്കൺ ലിങ്ക് കിട്ടാതെ പ്രയാസപ്പെടേണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എന്താണ് ഇത് ശരിക്കും മനസ്സിലാക്കണം കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്കറിയേണ്ട വാക്കുകൾ എത്ര കണ്ട് വാക്കുകൾ അറിഞ്ഞാലാണ് നല്ലോണം ഇംഗ്ലീഷ് അറിയുന്ന അവസ്ഥയിലേക്ക് എത്തുക. അപ്പോൾ ഈ ബുക്കിൽ പറയുന്നത് നിങ്ങളൊരു 3000-ഓളം ഇംഗ്ലീഷ് വാക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യാം, സംസാരിക്കാനും കഴിയും, നിങ്ങൾക്ക് എഴുതിയ കാര്യങ്ങൾ വായിക്കാനും അറിയും, ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച് അർത്ഥം വെക്കാനൊക്കെ അറിയും എന്നാണ് ഈ ബുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അതിനാണ് ഓക്സ്ഫോർഡ് 3000 TM. നിങ്ങളിന്ന് യൂട്യൂബിൽ ക്ലാസ് കഴിഞ്ഞ ശേഷം യൂട്യൂബിൽ ഓക്സ്ഫോർഡ് 3000 TM എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 3000 വാക്കുകൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രത്യേകം കണക്ക് കൂട്ടി തയ്യാറാക്കിയ
ദൈനംദിന ജീവിതത്തിൽ അത്യാവശ്യമായി ഒരു ഫോറിനർ, ഒരു വിദേശി അറിഞ്ഞിരിക്കേണ്ട 3000 ഇംഗ്ലീഷ് വാക്കുകൾ പ്രത്യേകമായി നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ കഴിയും. അതിൻ്റെ വീഡിയോ കിട്ടും. ഓക്സ്ഫോർഡ് 3000 TM. ഓക്കെ. എന്നാൽ നമ്മളെപ്പോലുള്ള ഒരു അധ്യാപികയാണെങ്കിൽ 3000 പോരാ, ഒരു 5000 6000 വേണം. ഓക്കെ. എന്തായാലും ഒരു SLC കഴിഞ്ഞിറങ്ങുന്ന ഒരു കുട്ടിക്ക് 2500 ഇംഗ്ലീഷ് വേർഡ്സും +2 കഴിഞ്ഞിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് 3500 ഇംഗ്ലീഷ് വേർഡ്സും, ഇനി ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന ഒരു ലേഡി ആണെങ്കിൽ 6000 ഇംഗ്ലീഷ് വേർഡ്സും, PG കഴിഞ്ഞിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ 15,000 ഇംഗ്ലീഷ് വേർഡ്സും യൂസ് ചെയ്യാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ. ഇനി നമുക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് വാക്കുകൾ തൻ്റെ കൃതികളിലൂടെ ഉപയോഗിച്ച മഹാൻ എന്ന് പറയുമ്പോൾ വില്യം ഷേക്സ്പിയർ ആണ്. വില്യം ഷേക്സ്പിയർ. ഓക്കെ. വില്യം ഷേക്സ്പിയർ ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ പ്രയാസമാണ്. കാരണം സാധാരണ മനുഷ്യന്മാരിൽ കാണാത്ത ചില കാര്യങ്ങൾ വില്യം ഷേക്സ്പിയറിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, വില്യം ഷേക്സ്പിയറിൻ്റെ കല്യാണം തന്നെ. 18 വയസ്സായ വില്യം ഷേക്സ്പിയർ 26 വയസ്സായ ആനി ഹാത്വേ കല്യാണം കഴിച്ച സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. അതൊരു മഹാസംഭവമാണ്, ഒന്ന് വായിച്ചു നോക്കണം. ഓക്കെ. എല്ലാം ഇങ്ങനെ ഞാൻ പറഞ്ഞൊക്കെ കേട്ടങ്ങ് അറിയണ്ട. കുറച്ച് നിങ്ങൾ ബുക്കൊക്കെ ഒന്ന് പരതി ഒന്ന് അന്വേഷിച്ച് അല്ലേ. മുട്ടുവീൻ തുറക്കപ്പെടും എന്നാണല്ലോ പറയുക അല്ലേ. തട്ടുവീൻ അടക്കപ്പെടും, മുട്ടുവീൻ തുറക്കപ്പെടും. നോളേജ് കുറൊക്കെ മുട്ടി നോക്കണം, അപ്പോഴേ തുറന്ന് കിട്ടുള്ളൂ. ഓക്കെ കേട്ടോ. അങ്ങനെ ഉണ്ട്. വില്യം ഷേക്സ്പിയറുടെ ലൈഫിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു സംഭവബഹുലമായ കാര്യമാണ് വില്യം ഷേക്സ്പിയർ ലൈഫ്. വില്യം ഷേക്സ്പിയർ എഴുതിയ ഒരു നാടകം എൻ്റെ മനസ്സിൽ വരികയാണ്. കിങ് ലിയർ. കിങ് ലയർ അല്ല കേട്ടോ, കിങ് ലയർ അല്ല, കിങ് ലിയർ ആണ്. അപ്പോൾ ഈ കിങ് ലിയർ എന്ന ഈ ഒരു നാടകം വില്യം ഷേക്സ്പിയർ എഴുതിയത് ഒരു ഭയങ്കര സംഭവമാണ്. കാരണം വില്യം ഷേക്സ്പിയർ ആ നാടകം എഴുതി, വില്യം ഷേക്സ്പിയർ മരണപ്പെട്ടു ഒരു 50 ആണ്ട് കഴിഞ്ഞ് വില്യം ഷേക്സ്പിയർ എഴുതി അതേ കാര്യം സംഭവിക്കുകയാണെങ്കിൽ അതൊരു വല്ലാത്ത സംഭവമായിരിക്കും. നമ്മുടെ സിൽവിയ പ്ലാത്തിനെ പോലെ, നമ്മുടെ വാൽമീകി മഹർഷിയെ പോലെ, നമ്മുടെ വ്യാസ മഹർഷിയെ പോലെ ഇവർക്കൊക്കെ ഈ കഴിവുണ്ടായിരുന്നു. ഭാവിയിലെ സംഭവങ്ങൾ മുൻകൂട്ടി കണ്ട് അതൊരു ആഖ്യായികയാക്കി എഴുതാനുള്ള കഴിവുണ്ടായിരുന്നു അവർക്ക്. ഇന്ന് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ വെറുതെ ഷേക്സ്പിയർ കാര്യം പറഞ്ഞു. ഷേക്സ്പിയർ യൂസ് ചെയ്ത ഇംഗ്ലീഷ് വാക്കുകളുടെ എണ്ണം 27,000 ആണ്. 27,000. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ 33 നാടകങ്ങളുണ്ട്. കിങ് ലിയർ, മെർച്ചൻ്റ് ഓഫ് വെനീസ്, പിന്നെ അങ്ങനെ അത് പോയിട്ട് ഹാംലെറ്റ് ഒക്കെ വരുന്നുണ്ട് അതിൽ. സോറി, ഓംലെറ്റ് അല്ല കേട്ടോ സാറേ, ഹാംലെറ്റ് അല്ല, ഓംലെറ്റ് ആണ്. അത് കഴിക്കേണ്ട സാധനമാണ്. ഇത് നാടകം ഹാംലെറ്റ്. ഓക്കെ. അതുൾപ്പെടെ 33 നാടകങ്ങളും 4 സോണറ്റുകൾ. 14 വരിയുള്ള ഇംഗ്ലീഷ് കവിതയെ വിളിക്കുന്ന പേരാണ് സോണറ്റ്. മലയാളത്തിൽ പറഞ്ഞാൽ ഗീതകം. അപ്പോൾ ഈ 14 സോണറ്റുകളും 3 സോണറ്റുകളും ഷേക്സ്പിയറിൻ്റെതായിട്ടുണ്ട്. നല്ല ഫേമസ് ആണ് സംഭവങ്ങൾ. ഇതിലെല്ലാം കൂടി അദ്ദേഹം യൂസ് ചെയ്ത വേർഡ്സിൻ്റെ ഒരു പിന്നെ പരിധി എന്ന് പറയുന്നത് 27,000 ആണ്. ഷെല്ലി, പല്ലിയല്ല കേട്ടോ, അഞ്ഞ് ചില്ലിയല്ല. അവിടുന്ന് വേറെ ഏതൊരാൾ സാറേ ഷെല്ലിയല്ല ചില്ലിയാണെന്ന്. ചില്ലിയും പല്ലിയൊന്നുമല്ല, ചില്ലിയും പല്ലിയൊന്നുമല്ല, ഷെല്ലി, PB ഷെല്ലി മറ്റൊരു സാഹിത്യകാരനാണ്, മറ്റൊരു എഴുത്തുകാരനാണ്. അദ്ദേഹം യൂസ് ചെയ്തു എന്ന് പറയപ്പെടുന്ന വാക്കിൻ്റെ എണ്ണം 22,000 ആണ്. ഇതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി വെച്ചതല്ല, ഒരു ഏകദേശം റൗണ്ട് ചെയ്ത് കണ്ട് പറയുകയാണ് പുസ്തകങ്ങളിലൂടെ. ആ പുസ്തകം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കുന്നത് മാത്രം. ഇനി ജോൺ കീറ്റ്സ് പാരഡൈസ് ലോസ്റ്റ് ഒക്കെ എഴുതിയ, പാരഡൈസ് ലോസ്റ്റ് നഷ്ടപ്പെട്ട സ്വർഗം ഒക്കെ എഴുതിയിരിക്കുന്ന എന്ന 12,000 വരിയുള്ള കവിത എഴുതിയ, നോക്കണം 12,000 വരിയാണ്, 12,000 വരിയുള്ള ഇംഗ്ലീഷ് കവിത എഴുതിയ ജോൺ കീറ്റ്സ് എന്താ പറയുക, വിരസകാമുകനോ അതൊക്കെ ഒരു പേരുണ്ട്. കാരണം മൂപ്പരെ ഏതോ ഒരു പെണ്ണുമ്പിള്ള തേച്ചിട്ട് പോയിക്കണേ. സംഭവം സത്യതാണ്. മൂപ്പരെ ഏതോ ഒരു പെണ്ണുമ്പിള്ള തേച്ച് പോയിക്കണേ. അപ്പോൾ അതിങ്ങനെ കവിതയിലൊക്കെ നല്ലോണം വരുന്നുണ്ട്.
നമുക്കിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഞാനിപ്പോൾ നിതാന്ത കാമുകൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാമുകൻ അല്ലേ? സത്യതാണ്. ആ ഓക്കെ, ഒന്ന് ചോദിച്ചോട്ടെ, പറഞ്ഞോളൂ. ഈ ഇവരൊക്കെ പേര് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണ്ടല്ലോ. സോറി സോറി സോറി, വേണ്ട വേണ്ട വേണ്ട, ഇതൊന്നും നിങ്ങൾ ടെസ്റ്റിൽ പറഞ്ഞതല്ല. ഞാൻ ജസ്റ്റ് ക്ലാസ്സിൻ്റെ അടിയിൽ ക്ലാസ്സിൻ്റെ കാര്യം മാത്രം പറയുമ്പോൾ പല കുട്ടികളും കോട്ടുപാടാൻ ചാൻസ് ഉണ്ട്. ഈ കോട്ടുപാട് എന്ന് പറഞ്ഞ ക്ലാസ് ബോറടിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മഹാന്മാരായ എഴുത്തുകാരെ പേരും അവരുടെ പേരിലുള്ള സംഭവങ്ങളും ഇനി നമുക്ക് ഇയാളൊക്കെ വരാണ്ട്. ആര്? ഡ്രാക്കുളൊക്കെ വരാണ്ട്. ഡ്രാക്കുള അറിയാലോ? ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു. ഡ്രാക്കുള എന്ന നോവല് നിങ്ങൾ വായിച്ച അന്ന് രാത്രി തനിച്ച് ഒരു ബെഡ്റൂമിൽ നിങ്ങൾ കിടന്നുറങ്ങുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ക്യാഷ് ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് അയച്ചുതരാം. ഡ്രാക്കുള എന്ന ഇംഗ്ലീഷ് നോവല് നിങ്ങൾ ഒറ്റയ്ക്കിരുന്നോ കൂട്ടമായിരുന്നോ വായിച്ച് അന്ന് രാത്രി നിങ്ങൾ ജനവാതിലുള്ള റൂമിൽ ജനവാതിൽ തുറന്നിട്ട അവസ്ഥയിൽ പിന്നെ ഒറ്റക്ക് ലൈറ്റ് അണച്ച് കിടന്നുറങ്ങിയാൽ അത് താഴത്തെ ഫ്ലോറിലാവേണ്ട മേലത്തെ ഫ്ലോറിലായിക്കോട്ടെ. ഇനി താഴത്തെ ഫ്ലോറിൽ കള്ളന്മാരൊന്നും കണ്ട് ഡ്രാക്കുള ആയിട്ട് നമ്മളെ റൂമിലേക്ക് നോക്കിയാലോ നമ്മൾ പേടിച്ചൂലേ? മേലത്തെ ഫ്ലോറിലാവുമ്പോൾ അങ്ങനെ ഉണ്ടാവൂല. ഓക്കെ. ആ എങ്ങനെ? ആ ആ അല്ല അല്ല, അതിൻ്റെ കൃത്യമായ മലയാള പരിഭാഷ CH കുഞ്ഞമ്പു സാഹിബ്, സോറി CH കുഞ്ഞമ്പു എന്ന് പറഞ്ഞ എഴുത്തുകാരൻ അതിൻ്റെ ഒരു ഇമോഷനും പോകാതെ നല്ല അടിപൊളി പരിഭാഷ മാതൃഭൂമി പബ്ലിക്കേഷൻ ഇറക്കിയിരിക്കുന്ന പരിഭാഷ ഉണ്ട്. ഏകദേശം 300-ലേറെ പേജ് ഉണ്ട് ആ ബുക്ക്. ആ പരിഭാഷ വായിച്ചാലും ഒറിജിനൽ വായിക്കേണ്ട അവസ്ഥയ്ക്ക് എത്തും. ഓക്കെ കേട്ടോ? അതുകൊണ്ട് ഇനി വായിക്കാൻ സാധനമില്ല എന്ന് പറയരുത്. കാരണം എൻ്റെ കസിൻ്റെ മുമ്പിൽ എപ്പോഴും പറയും, എടാ എനിക്ക് ഭയങ്കര ധൈര്യമാണ് എന്നൊക്കെ പറയും. ഞാൻ ഈ ബുക്കാണ് കൊടുത്തു. ഈ ബുക്ക് കൊടുത്തു, അവൻ വായിച്ചേക്കണ്. ഒരു ദിവസം എൻ്റെ അമ്മായി എന്നോട് വിളിച്ചിരുത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞ്, ഇങ്ങനത്തെ ആറാമ്പറപ്പുള്ള പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി ഇവന് കൊടുക്കരുത് കേട്ടാ, ഇവൻ രാത്രി പേടിച്ചിട്ട് കിടന്നുറങ്ങണില്ലാന്ന്. ഓക്കെ. അമ്മായിൻ്റെ ഭാഷ അങ്ങനെയാണ്. ഇങ്ങനത്തെ ആറാമ്പറപ്പുള്ള പുസ്തകങ്ങളൊന്നും ഇങ്ങനെ വായിക്കാൻ വേണ്ടി കൊടുക്കരുത്. കാരണം ഇത് പേടിച്ചാണ്ട് ഇത് വായിച്ച് പേടിച്ച് മുമ്പ് രാത്രി പുറത്തേക്ക് പോകണില്ല. മരുഭാൻ കൊടുത്തു കഴിഞ്ഞാൽ അവനക്ക് പിന്നെ പേരൻ്റെ അവത്തിരിക്കാൻ തന്നെ പേടിയാണ്. ഞാനും അങ്ങോട്ട് താങ്ങിയതാണ്. എന്നെക്കാട്ടി ഒരു 2-3 വയസ്സ് പ്രായം കൂടുതലുള്ളേ. കുട്ടിക്കാലത്ത് അത്രയും വലിയ കമ്പനിയായിരുന്നു. ഇപ്പോഴും കമ്പനിയാണ്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ പറയാം ഇതൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ക്ലാസ് മാത്രമാകുമ്പോൾ യു ഫീൽ ബോറിങ്. ഞാനിങ്ങനെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ നിങ്ങളും നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അല്പം ഒരു രസമൊക്കെ വേണം, കുറച്ചൊക്കെ ഫണ്ണൊക്കെ വേണം. വെറും ഈ ടെക്സ്റ്റ് ബുക്ക് മാത്രം തുറന്നു വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമ്മളെ കാണേണ്ട തന്നെ 8-10 വരുന്നുണ്ട് പറയും. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ എത്തുന്ന 8-10 10-10 പറയും 10-10 വരെ 8 പേര് വരെ വീഴും കേട്ടോ. അപ്പോൾ അത് വേണ്ട. കുറച്ചൊക്കെ ഒരു ഫണ്ണ് വേണം. കുട്ടികൾ നമ്മുടെ സാന്നിധ്യം ആഗ്രഹിക്കണം. ആ ടീച്ചറൊന്ന് വന്നെങ്കിൽ എന്ന് അവർ മനസ്സുകൊണ്ട് കൊതിക്കണം. ഓക്കെ. അതിനുള്ള ചില പൊടികൈയോ ക്ലാസ്സിലുണ്ടാകും കേട്ടോ. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഇതിൽ വേറൊന്നുണ്ട്. ഇംഗ്ലീഷ് സാഹിത്യം വായിക്കാനുള്ള ഒരു സ്പിരിറ്റ്, ഒരു സ്പാർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഇടുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ നിങ്ങൾ ഇതുവരെ ഇംഗ്ലീഷ് സാഹിത്യം ഒന്നും കാര്യമായിട്ട് വായിച്ചിട്ടുണ്ടാവില്ല. ഇനി വായിച്ചെങ്കിൽ തന്നെ ബാലരമയിലും പൂമ്പാറ്റയിലും ബാലമംഗളത്തിലൊക്കെ ഉള്ള ഇംഗ്ലീഷ് സാഹിത്യവും വായിച്ചിട്ടുണ്ടാവും. അത് ഇംഗ്ലീഷ് സാഹിത്യമേ അല്ല. മനസ്സിലായില്ലേ? അതതിൻ്റെ ഒരു സ്കെൽട്ടൺ മാത്രമാണ്. പിന്നെ ഒറിജിനൽ വേറെ വരാണ്ട്. ഓക്കെ. നമുക്ക് എന്തായാലും നമ്മുടെ കാറ്റിലേക്ക് കടക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ 8 വാക്കുകളുണ്ട്. നൗണ്, പ്രോനൗണ്, അഡ്ജക്റ്റീവ്, വേർബ്, ആഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇന്റർജെക്ഷൻ. ഇനി ഇവയെല്ലാം കൂടി ഇവ ഓരോന്നിനും ടെക്സ്റ്റൽ ഡെഫിനിഷൻ വേറെ വരാനുണ്ട്. അടുത്ത ആഴ്ചയോട് കൂടി നമുക്ക് ടെക്സ്റ്റൽ ഡെഫിനിഷനും തിയറിയും നമുക്ക്. ഞാൻ 1 മിനിറ്റ്, ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് പോസ് ചെയ്യുന്നുണ്ട്. വെൽക്കം ബാക്ക്. ഞാൻ ടെക്നിക്കൽ എററിൻ്റെ ഇടയിൽ റെക്കോർഡിംഗ് ചെയ്യാൻ വിട്ടുപോയി കേട്ടോ. റെക്കോർഡിംഗ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ ഒരു
മക്കളുടെ ശാഠ്യം, അല്ലെ മൂത്ത മകനായിരുന്നു ഏറ്റവും ശാഠ്യമുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് നൗൺ എന്ന ശാഠ്യക്കാരൻ എന്നാക്കിയത്. ശരിക്കും ശാഠ്യം തന്നെയാണ്. ഓക്കെ, നമുക്കറിയാം നൗണ് എന്തൊക്കെയായിട്ട് മാറാൻ കഴിയുമെന്നുള്ളത്. നൗണിന് പലപ്പോഴും എന്താ പറയുക, നെയിംസ് ഓഫ് പേഴ്സൺ, വ്യക്തികളെ പേരായിട്ട് നൗണ് വരും അല്ലേ. അതുപോലെ തന്നെ സ്ഥലങ്ങളെ പേരായിട്ട് വരും, കൂടാതെ ഒബ്ജക്റ്റിന്റെ പേരായിട്ട് വരും. നമ്മുടെ കഥയിലെ മൂത്ത മകനായ നൗണും അങ്ങനെ തന്നെ ആയിരുന്നു. അവൻ അമ്മയോട് ആവശ്യപ്പെട്ടു, അമ്മേ, എനിക്ക് വ്യക്തികളെ പേര് ആയിട്ട് മാറാൻ കഴിയുമല്ലോ. മാറാൻ കഴിയും. അമ്മ പറഞ്ഞു മാറാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഞാൻ വ്യക്തികൾക്ക് പ്രത്യേകമായിട്ടുണ്ട പിന്നെ ഉള്ള പേരുകൾ ഉണ്ടാവൂലേ അല്ലേ. ഇപ്പൊ ഷഹാനക്ക് ഷഹാന എന്ന പേരുണ്ട്, ആഫിയക്ക് ആഫിയ എന്ന പേരുണ്ട്, ആസിയക്ക് ആസിയ എന്ന പേര്, ഹബീബക്ക് ഹബീബ എന്ന പേര്. ഓരോരുത്തർക്കും ഓരോ പേരാണ്. നമുക്ക് ഹബീബിയെ ഒരിക്കലും റിഷാന എന്ന് വിളിക്കാൻ പറ്റൂല, റിഷാനയെ ഷാക്കിറ എന്ന് വിളിക്കാൻ പറ്റൂല. പറ്റുമോ? ഇല്ല. നൗണിന്റെ ആവശ്യം അതായിരുന്നു. അമ്മേ, വ്യക്തികൾക്കുള്ള പ്രത്യേകമായ പേരുകളായിട്ട് ഞാൻ മാറുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും പിന്നെ അമ്മ എനിക്കൊരു സ്ഥാനപ്പേര് കൽപ്പിച്ചു തരണം. അതാണ്, എനിക്കൊരു സ്ഥാനപ്പേര് കൽപ്പിച്ചു തരണം. ഒറ്റ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. എൻ്റെ ലിങ്ക് ശരിയായിട്ടുണ്ട്. ഞാൻ സെക്കൻഡ് ബാച്ചിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുത്താട്ടെ ഗ്രൂപ്പിലിട്ടോ. ഇന്നൊരു 8:15 8:20 വരെ ക്ലാസ് ഉണ്ടാവും എന്ന് അറിയിക്കുകയാണ്. 1 മണിക്കൂറിലേറെ ക്ലാസ് നീണ്ടു പോവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ക്ലാസ് ക്ലിയർ കുറേയുള്ള കാരണം ആരെങ്കിലും മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടാവും. ദയവരുതി ആരെങ്കിലും മൈക്കോ ക്യാമറയോ ഓൺ ആക്കിയിട്ടുണ്ടാവും, ഓഫ് ചെയ്ത് വെക്കുക. ബാക്കിയുള്ള ആൾക്കാർ ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ. ഒന്ന് പോസ് ചെയ്തോളൂ കേട്ടോ. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇതിപ്പോൾ കഴിയും. ഞാൻ ആ ലിങ്ക് ഒന്ന് കൊടുത്താട്ടെ. പ്രിയരെ, ക്ലാസ്സിൽ കയറാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ലിങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പം അയച്ചിരുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പം എല്ലാവർക്കും 2 ലിങ്ക് ഉള്ളവർക്കും ക്ലാസ് കാണാൻ കഴിയും എന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലേക്ക് ജോയിൻ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ ആക്റ്റീവ് ആയിട്ടുള്ളവർ പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 8:20 8:30 വരെ ക്ലാസ് പോകും. എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് കോപ്പറേറ്റ് ചെയ്യാം. കാരണം ഇന്ന് നമുക്ക് നമ്മുടെ മെയിൻ ലിങ്കിൽ 100-ലേറെ പിന്നെ ട്രെയിനീസ് കയറിയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ലിങ്കിൽ 100ഓളം ട്രെയിനിൽ കയറാം. എന്തായാലും ഇന്ന് അത് ബ്ലോക്ക് ആവില്ല കേട്ടോ. അപ്പോൾ നൗൺ എന്ന ശാഠ്യക്കാരൻ. ഒരിക്കൽ കൂടി നമ്മൾ ആദ്യ കഥ വൈകി ജോയിൻ ചെയ്ത നമ്മുടെ പ്രിയ സഹോദരിമാർക്ക് വേണ്ടി ഒരമ്മ 8 മക്കളും എന്ന കഥ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ഒരു സ്പെഷ്യലായിട്ട് ശനിയാഴ്ച ഞാനൊരു സ്പെഷ്യൽ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സിൽ വൈകി ജോയിൻ ചെയ്തവർക്ക് പ്രത്യേകമായിട്ട് എല്ലാവരും ക്ലാസ് ജോയിൻ ചെയ്യണം. കാരണം എൻ്റെ ഇങ്ങനെയുള്ള ക്ലാസ് എന്ന് പറയുമ്പോൾ ക്ലാസ്സിൽ നമ്മൾ പറയാനുള്ള കാര്യം മാത്രമാവില്ല പറയുക. കുറേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കുറേ കാര്യങ്ങളൊക്കെ വരും, അഡീഷണലായി വരും കേട്ടോ. അപ്പോൾ പിന്നെ ഒരമ്മയും 8 മക്കളും എന്ന കഥ കേട്ടവർ കൂടി ജോയിൻ ചെയ്യണം. ശനിയാഴ്ചയാണ് ദിവസം, വൈകുന്നേരം 7 മണിക്ക് 2 ലിങ്ക് ഉണ്ടാവും. 2 ലിങ്കിലും പാടെ ആരും കയറരുത്, ഒരു ലിങ്കിൽ കയറിയാൽ മതി കേട്ടോ. നമ്മൾ 150-ലേറെ കുട്ടികൾ നമ്മളെ ബാച്ചിൽ ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ് 2 ലിങ്ക് ഉണ്ടാകുന്നത്.
അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന കഥ നൗൺ എന്ന ശാഠ്യക്കാരൻ. നൗൺ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് വ്യക്തികൾക്കുള്ള പ്രത്യേകമായ പേരായിട്ട് മാറാൻ കഴിയുമ്പോൾ. ഞാൻ പറഞ്ഞ കഥ വ്യക്തമായി കേൾക്കണം. എന്താ പറഞ്ഞത്? വ്യക്തികളുടെ പേരായിട്ട് വ്യക്തികൾക്ക് പ്രത്യേകമായ പേരുണ്ടാവും അല്ലേ? ഇപ്പൊ ജുമാനക്ക് ജുമാന എന്ന പേര്, ജുമാനയെ മാത്രമേ നമുക്ക് ജുമാന എന്ന് വിളിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഫൗസിയാനെ പോയി കണ്ട് ജുമാന എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി ജുമാനയെ പോയിട്ട് ഫൗസിയ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഓരോ വ്യക്തിക്കും ഓരോ പ്രത്യേകമായ പേരുണ്ട്. അങ്ങനെ ആ പേരായിട്ട് എനിക്ക് മാറാൻ കഴിയുമ്പോൾ, നൗൺ അമ്മയോട് ചോദിക്കുകയാണ്, എനിക്ക് മാറാൻ പറ്റുമ്പോൾ, മാറാൻ കഴിയുമ്പോൾ എനിക്കൊരു സ്ഥാനപ്പേര് വേണം, എനിക്കൊരു സ്റ്റാറ്റസ് വേണം. വാട്സപ്പിലെ സ്റ്റാറ്റസ് അല്ലട്ടാ. ഞാൻ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ വാട്സപ്പ് എന്ന് കരുതി പോണ്ടതല്ല, ഒരു സ്ഥാനപ്പേര് വേണം. അമ്മ ചോദിച്ചു. എന്താ? മൂത്ത മകനല്ലേ അല്ലേ? കടിഞ്ഞൂൽ സന്തതി, അങ്ങനെയല്ലേ മലയാളത്തിൽ പറയാ അല്ലേ? ആ മൂത്ത മകന്റെ എന്ത് ആഗ്രഹവും അമ്മമാര് സമ്മതിച്ചു കൊടുക്കും അല്ലേ? നൗൺ പറഞ്ഞു, അമ്മേ, എനിക്ക് വേറൊന്നും വേണ്ട, പ്രോപ്പർ നൗൺ എന്ന പേര് തന്നാൽ മതി. പ്രോപ്പർ നൗൺ, അതായത് വ്യക്തികളെ പേരായിട്ട് മാറാൻ കഴിയുമ്പോൾ എനിക്ക് പ്രോപ്പർ നൗൺ എന്ന പേര് വേണം എന്ന് നൗൺ ആവശ്യപ്പെട്ടു അമ്മയോട്. ഇനി നമ്മൾ അല്പം തിയറിയിലേക്ക് വരാം. തിയറിയും കൂടി പറയുമ്പോഴേ ഈ കാര്യം മനസ്സിലാവുള്ളൂ. നൗണിന് 4 വിഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗമാണ് പ്രോപ്പർ നൗൺ. ഈ നൗൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, വ്യക്തികളെ പേര് നൗണാണ്, സ്ഥലങ്ങളെ പേര് നൗണാണ്, ഒബ്ജക്റ്റിന്റെ പേര്, വസ്തുക്കളെ പേര് നൗണാണ്. ഇങ്ങനെ ഭൂമിയിൽ നമ്മൾ കാണുന്ന സകല ചരാചരങ്ങളുടെയും പേരുകൾ നൗണാണ്, ഉറപ്പാണ്. അതിൽ വ്യക്തികളെ പേരായിട്ട്, പ്രത്യേകമായ പേരായിട്ട് മാറാൻ കഴിയുമ്പോൾ നൗണിന് പ്രോപ്പർ നൗൺ എന്ന് പറയും. അതാണ് ഈ കഥയിൽ നൗൺ ആവശ്യപ്പെട്ടത്. കഥയും തിയറിയും പാടെ കൂട്ടിക്കുഴക്കരുത് കേട്ടോ. ഓക്കെ, രണ്ടും പാടെ കൂട്ടിക്കുഴച്ച് കണ്ട് സാമ്പാർ പരുവത്തിലാക്കരുത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ എന്താ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ആസിയ ഒരു നൗണാണ്, എടുത്ത് പറയുകയാണെങ്കിൽ അത് പ്രോപ്പർ നൗണാണ്. റിഷാന ഒരു പ്രോപ്പർ നൗണാണ്. അബീബ ഒരു പ്രോപ്പർ നൗണാണ്. ജിൻഷ ഒരു പ്രോപ്പർ നൗണാണ്. ഫൗസിയ വേറൊരു പ്രോപ്പർ നൗണാണ്. സുമയ്യ ഒരു പ്രോപ്പർ നൗണാണ്. ജാസ്മിൻ വേറൊരു പ്രോപ്പർ നൗണാണ്. ഈ പ്രോപ്പർ എന്ന വാക്കിന്റെ അർത്ഥം കൂടി പഠിച്ചു കഴിഞ്ഞാൽ കാര്യം വളരെ ക്ലിയർ ആവും. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായുള്ള, പ്രോപ്പർ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായുള്ള. അപ്പൊ ഞാൻ ഈ വിളിച്ച പേരൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള പേരല്ലേ? അതെയാണ്, പ്രത്യേകമായിട്ടുള്ള പേരാണ്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഓരോ ഫൗസിയ അതുപോലെ സുമയ്യ എന്നൊക്കെ പറഞ്ഞ പേരുകള് അതത് വ്യക്തികൾക്കുള്ള പ്രത്യേകമായ പേരല്ലേ? അതെയാണ്. പ്രത്യേകമായ പേരുകളെ നമുക്ക് നൗണ് ആയിട്ട് പറയാം, അത് പ്രോപ്പർ നൗണാണ്. ഓക്കെ, ഇനി നിങ്ങളെല്ലാവരെയും എനിക്ക് വിളിക്കാൻ കഴിയുന്നൊരു പേരുണ്ട്. അതെനിക്ക് ഹബീബാനെയും വിളിക്കാം, റിഷാനെയും വിളിക്കാം, മുസനെയും വിളിക്കാം, ഷാക്രയെയും വിളിക്കാം, ഫൗസിയാനെയും വിളിക്കാം, സുമയ്യാനെയും ഒക്കെ വിളിക്കാം പേര്. ആ പേരാണ് ടീച്ചർ. എന്താണ്? ടീച്ചർ. എല്ലാരെയും കോമൺ ആയി വിളിച്ചൂടെ ടീച്ചർ? ഞാൻ വിളിക്കും. അപ്പൊ നിങ്ങൾ പറയും, സാറ് ഞങ്ങളൊന്നും ആയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയാൽ മതി. ഓക്കെ, എന്ത് കാര്യവും നന്നായി തുടങ്ങിയാൽ പകുതി വിജയിച്ചു എന്നാണ് കാര്യബോധമുള്ള സാഹിബ് പറഞ്ഞേക്കുന്നത്. വെൽ ഡൺ ഈസ് ഹാഫ് ഡൺ. വെൽ ഡൺ ഈസ് ഹാഫ് ഡൺ. എന്ത് കാര്യവും നന്നായി തുടങ്ങിയാൽ പകുതി വിജയിച്ചു അത്രേ. അപ്പൊ നിങ്ങളിപ്പോ പകുതി മാർക്ക് വാങ്ങി പാസ്സായി കഴിഞ്ഞു. ഇനി ബാക്കി പകുതിയും കൂടി വാങ്ങിക്കാൻ പഠിച്ചാൽ മതി. ഇപ്പൊ ടീച്ചറായി കഴിഞ്ഞു. ഓക്കെ, ടീച്ചർ. സുമയ്യ ടീച്ചർ, ഫൗസിയ ടീച്ചർ, എല്ലാവരും ടീച്ചർമാരാണ്. ആസിയ ടീച്ചർ, അഫീഫ ടീച്ചർ, ഷാന ടീച്ചർ, അല്ലേ? ടീച്ചർ. സോ അപ്പൊ അമ്മയുടെ അടുത്ത് നൗണ് എന്ന മകൻ രണ്ടാമത്തെ ആഗ്രഹം പറയാണ്, അമ്മേ, എനിക്ക് ഈ വ്യക്തികളൊക്കെ തന്നെ നമ്മൾ പൊതുവായി വിളിക്കുന്ന പേരില്ലേ? ഉദാഹരണമായി ടീച്ചർ. എല്ലാ ടീച്ചർമാരെയും വിളിക്കാവുന്ന പേരാണ് ടീച്ചർ. എല്ലാ ആൺപിള്ളേരെയും വിളിക്കാവുന്ന പേരാണ് ബോയ്. എല്ലാ പെൺപിള്ളേരെയും വിളിക്കാവുന്ന പേരാണ് ഗേൾ, അല്ലേ? എല്ലാ കുട്ടികളെയും വിളിക്കാവുന്ന പേരാണ് ചൈൽഡ്. ആണോ? അല്ലേ? ചൈൽഡ്, അല്ലേ? എല്ലാ സ്ത്രീകളെയും വിളിക്കാവുന്ന പേരാണ് വുമൺ. എല്ലാ പുരുഷന്മാരെയും വിളിക്കാവുന്ന പേരാണ് മാൻ.
ഇങ്ങനെയൊക്കെ ഇത്തരം വാക്കുകളായി ഞാൻ മാറുമ്പോൾ എനിക്ക് അമ്മയെ വേറൊരു സ്റ്റാറ്റസാണ് വേണ്ടത്, വേറൊരു സ്റ്റാറ്റസ്, വേറൊരു സ്ഥാനപ്പേരാണ് വേണ്ടത്. അമ്മ ചോദിച്ചു എന്താണ്? അമ്മ ഇവൻ ചോദിച്ചതിൻ്റെ ആഗ്രഹമൊക്കെ അമ്മ സഫലീകരിച്ച് കൊടുക്കും. കാരണം മൂത്ത മകനാണ് അല്ലേ? മൂത്ത മകനാവുമ്പോൾ മൂത്ത മകനോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ, ചെറുതല്ല വലുതന്നെ അമ്മമാർക്കുണ്ടാവും. അത് ഞാനല്ല കൂടുതൽ അഭിപ്രായം പറയേണ്ടത്, നിങ്ങളൊക്കെ അമ്മമാരാണല്ലോ അല്ലേ? ഉറപ്പല്ലേ ഞാൻ പറഞ്ഞ കാര്യം അല്ലേ? ഓക്കെ. താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേഞ്ഞരിക്കും, ഒക്കത്ത് വെച്ചാൽ കൊതുകടിക്കും എന്ന് കരുതിയിട്ട് ഇവിടെ എവിടെയും വെക്കാതെ നമ്മൾ വളർത്താറുള്ളത്. അപ്പം അടുത്ത് ബസ് ഇറങ്ങിയ ഒരു വീട്ടമ്മ കുട്ടിയെ ബസ്സിൽ വെച്ച് മറന്നു വെച്ചു. ബസ് നീങ്ങി മൊബൈൽ ഓണാക്കിയ വീട്ടമ്മക്ക് ഓർമ്മയിൽ വരുന്നില്ല. പിന്നെ ബസ് കുറേ പോയ ശേഷം കുട്ടി കരഞ്ഞപ്പോഴാണ് ബസ്സിൻ്റെ ജീവനക്കാർ ബസ് നിർത്തി താത്ത ഞങ്ങളെ കുട്ടി എവിടെയെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഓർമ്മ വരേണ്ടത്. അതാണ് പറഞ്ഞത്, താഴെ വെച്ചാൽ പിന്നെ ഉറുമ്പരിക്കും, പിന്നെ തലയിൽ വെച്ചാൽ പേഞ്ഞരിക്കും, ഒക്കത്ത് വെച്ചാൽ കൊതുകടിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഓർമ്മയിൽ പോലും ഇല്ല. അത് നമ്മൾ ഫോണിൻ്റെ ദുഷിയിലാണ് കേട്ടോ. അത് ഫോൺ കയ്യിൽ നിന്ന് പോയാൽ ശരിയായിക്കോളും. അപ്പോൾ ഓക്കെ, ചിലപ്പോഴൊക്കെ ഫോണിൻ്റെ ഉപയോഗം ഓവറാണ് നമ്മുടെ സമൂഹത്തിന്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ നോക്കിക്കോളൂ നിങ്ങൾ. പിന്നെ അമ്മ ചോദിച്ചു എന്ത് സ്ഥാനപ്പേരാണ് വേണ്ടത്? കോമൺ നൗൺ. നൗൺ പറയുകയാണ്, എനിക്ക് കോമൺ നൗൺ എന്ന സ്ഥാനപ്പേര് മതി. വ്യക്തികൾക്കും വസ്തുക്കൾക്കൊക്കെ ഉള്ള പൊതുവായിട്ടുള്ള പേരായിട്ട് ഞാൻ മാറുമ്പോൾ, എല്ലാ പുരുഷന്മാർക്കും വേണ്ടി മാൻ എന്ന വാക്കായി ഞാൻ മാറുമ്പോൾ, എല്ലാ സ്ത്രീകൾക്കും വേണ്ടി വുമൺ എന്ന വാക്കായിട്ട് ഞാൻ മാറുമ്പോൾ, എല്ലാ സ്ത്രീകളെയും ലേഡി എന്ന വാക്കായിട്ട് ഞാൻ മാറുമ്പോൾ, എല്ലാ അധ്യാപകരെയും ടീച്ചർ എന്ന ആ വാക്കായി ഞാൻ മാറുമ്പോൾ എനിക്ക് ഈ വിളിപ്പേര് മതി. ഏത് വിളിപ്പേര്? കോമൺ നൗൺ. അപ്പോൾ നൗണിന് നമുക്ക് 4 വിഭാഗം, ഇനി അടുത്ത അല്പം തിയറി കേട്ടോ. നൗണിന് 4 വിഭാഗമാക്കി തിരിക്കാം. ഒന്നാമത്തെ വിഭാഗം പ്രോപ്പർ നൗൺ, എല്ലാവരും പഠിച്ചു. ഈ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളെ പേരുകൾ. ഇനി സ്ഥലങ്ങൾക്കും പ്രത്യേകമായ പേരുണ്ട് അല്ലേ? ഇപ്പൊ കാലിക്കറ്റ് എനിക്ക് കണ്ണൂർ പോയിക്കാണ്ട് ഇതാണ് കാലിക്കറ്റ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഞാൻ പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാരെന്നെ വെറുതെ വിടുമോ? കോഴിക്കോട് ഒരു സ്ഥലമുണ്ട്. കോഴിക്കോട് ഇങ്ങനെ പറയുന്ന ആൾക്കാരെ പാർപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അറിയാലോ? അവിടെ കൊണ്ടാക്കും. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അതാണ് എന്താണ് കാലിക്കറ്റ് എന്ന പേര്. നമ്മൾ ആസിയന്റെ പേര് പറഞ്ഞ പോലെ തന്നെ കാലിക്കറ്റ് എന്ന പേര് കാലിക്കറ്റിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സോ കാലിക്കറ്റ് എന്ന പേര് പ്രോപ്പർ നൗൺ ആണ്. എന്നാൽ കാലിക്കറ്റ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളെയും, നരകങ്ങളല്ലട്ടാ, നഗരങ്ങളെയും വിളിക്കാൻ കഴിയുന്ന പേരാണ് സിറ്റി. CITY, സിറ്റി. സിറ്റി എന്നത് ഒരു കോമൺ നൗൺ ആണ്. സിറ്റി എന്നത് ഒരു കോമൺ നൗൺ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് കോമൺ നൗണും പിന്നെ പ്രോപ്പർ നൗണും കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? റെഡി ആവുന്നുണ്ടോ? ഒരു വർക്ക് തരാൻ വേണ്ടിയാണ്. ഒരു വർക്ക് കൊണ്ട് നിങ്ങളിൽ മിടുക്കികൾ എത്ര ആൾക്കാരുണ്ട് എന്നറിയാൻ വേണ്ടിയാണ്. ഓക്കെ, നോക്കട്ടെ. ഒരു വർക്ക് തരട്ടെ. എല്ലാവരും ഉണ്ടാവും. ഒരാൾ ഉറങ്ങിയിരിക്കരുത്. ഈ ശ്മശാനത്തേക്ക് നോക്കിയ പോലെ ആവരുത്. റീപ്ലൈ ചെയ്യണം. ഓക്കെ. ഞാൻ ഒരു വാക്ക് പറയാം. ആ വാക്ക് നൗണാണ്. നൗണിൽ പ്രോപ്പർ ആണോ കോമൺ ആണോ ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി. പറയണ്ട. മൈക്കോണാക്കുമ്പോൾ സൗണ്ട് പ്രശ്നം വരാം. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു നൗണ് പറയാം. ആ നൗണ് നിങ്ങൾ പ്രോപ്പർ ആണോ കോമൺ ആണോ എന്ന് പറഞ്ഞു തരണം. ഓക്കെ, യെസ്, പറയട്ടെ. റെഡി? ട്രിവാൻഡ്രം. മൈക്ക് ഓഫ് ചെയ്യാവും നല്ലത്. അവർ മൈക്ക് ഓൺ ആക്കരുത്, കാരണം ഓൾറെഡി ജാമാണ്. ഇത് പ്രോപ്പർ ആണോ കോമൺ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരണം. ട്രിവാൻഡ്രം. ഒത്തിരി ആൾക്കാർ ടൈപ്പ് ചെയ്ത് അയക്കുന്നുണ്ടല്ലോ. അതും ശരിയാണ്, എല്ലാതും ശരിയാണ്. രണ്ടാമത്തെ ലിങ്കിൽ കയറിയ ആൾക്കാർ കുറച്ച് ആൾക്കാർ ഉള്ളൂ, എങ്കിലും അവർ ആക്റ്റീവാണ്. ഒന്നൊരു വരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ കേട്ടോ. സുമയ്യ, ഫൗസിയ, ഷാഹിദ, ഇങ്ങോട്ട് പോരട്ടെ. പ്രോപ്പർ ആണോ കോമൺ ആണോ? പ്രോപ്പർ ആണോ കോമൺ ആണോ? വേഗം ടൈപ്പ് ചെയ്ത് അയച്ചോളൂ. പ്രോപ്പർ ആണോ കോമൺ ആണോ? പ്രോപ്പർ ആണോ കോമൺ ആണോ? യെസ്, ഞാൻ ആൻസർ പറയട്ടെ. റെഡിയാണോ എല്ലാവരും? നമുക്ക് ഉറപ്പിച്ച് പറയാം.
ട്രിവാൻഡ്രത്തിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാനെങ്ങാനും കൊല്ലത്ത് പോയിക്കാണ്ട് ഇതാണ് തിരുവനന്തപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മാമുകോയ ശ്രീനിവാസനെയും മോഹൻലാലിനെയും ദുബായ് കടപ്പുറമാണെന്ന് പറഞ്ഞുകാണ്ട് ചെന്നൈ ബീച്ചിൽ കൊണ്ട് വിട്ട മാതിരിക്കാണ് ഈ കാര്യം. ശരിയാവോ ഗഫൂർക്ക ദോസ്ത്? ശരിയാവോ? ഒരിക്കലും ശരിയാവൂല അല്ലേ? ട്രിവാൻഡ്രത്തിന് മാത്രമേ ട്രിവാൻഡ്രം എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാൽ എനിക്ക് ട്രിവാൻഡ്രത്തിനും കൊല്ലത്തിനും അതുപോലെ പത്തനംതിട്ടക്കും എല്ലാം കൂടി എനിക്ക് പറയാവുന്ന ഒരു കോമണായ പേരുണ്ട്, ആണ് ടൗൺ. ടൗണ് കോമൺ നൗൺ ആണ്, അല്ലെങ്കിൽ സിറ്റി കോമൺ നൗൺ ആണ്. എനിക്കിതിനൊക്കെ വിളിക്കാം, സിറ്റി വിളിക്കാം. എന്നാൽ ട്രിവാൻഡ്രം എന്ന പേര് പ്രത്യേകമായ പേരായതുകൊണ്ട് പ്രത്യേകം എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാലോ, പ്രോപ്പർ നൗൺ ആണ്. കഴിഞ്ഞില്ല, അടുത്ത വർക്ക് പറയാൻ പോവുകയാണ്. പറയട്ടെ, റെഡിയാണോ എല്ലാവരും? റെഡി കേട്ടോ? ഇന്ന് സാധിക്കട്ടെ. ക്ലാസ് 1 മണിക്കൂറല്ല, 1 മണിക്കൂർ അല്പം നീളും. കാരണം സെക്കൻഡ് ലിങ്ക് ഇപ്പോഴേ നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ളൂ. സെക്കൻഡ് ലിങ്കിൽ കയറി വന്ന് നമ്മുടെ പ്രിയ സഹോദരിമാർക്ക് ക്ലാസ് നല്ല ഒരു ഫീൽ ആവണം ഇന്ന്. ഓക്കെ, അപ്പം ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക എല്ലാവരും. ഓരോ മിടുക്ക് ടീച്ചർമാരും മിടുക്കികളായിട്ട് ആൻസർ പറയണം കേട്ടോ. ഓക്കെ, ടൈപ്പ് ചെയ്താൽ മതി. യെസ്, ഞാൻ പറയട്ടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇന്ത്യയിലെ പ്രമുഖമായ ഒരു കപ്പലിൻ്റെ പേരാണ് ടിപ്പു സുൽത്താൻ. ഈ കപ്പലിന് ഇംഗ്ലീഷിൽ പറഞ്ഞ പേര് ഷിപ്പ് എന്നാണ്. ടിപ്പു സുൽത്താൻ ഒരു കപ്പലിൻ്റെ പേരാണ്. അത്രയും എനിക്ക് അറിയുള്ളൂ. ഇത് പ്രോപ്പർ ആണോ കോമൺ ആണോ? സെക്കൻഡ് ലിങ്കിൽ ആരും ആക്റ്റീവ് ആവണില്ല. ഒന്ന് ആക്റ്റീവ് ആവൂ സെക്കൻഡ് ലിങ്ക്. ഇങ്ങോട്ട് വരട്ടെ. പ്രോപ്പർ ആണോ കോമൺ ആണോ? ഇങ്ങോട്ട് വരട്ടെ എല്ലാവരും. എന്തിനാ മടിക്കണം? നിങ്ങൾ കഴിവുള്ളവരാണ്. നിങ്ങളെ കഴിവ് നിങ്ങൾ പൂഴ്ത്തി വെക്കരുത്, ഹൈഡ് ചെയ്യരുത്. ഓക്കെ, ഒരാൾ മിസ്റ്റേക്ക് പറഞ്ഞേക്കണം കേട്ടോ. ഞാൻ ആ മിസ്റ്റേക്ക് പറഞ്ഞ ആളെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും എന്തുകൊണ്ട് മിസ്റ്റേക്ക് വന്നു എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, യെസ്. എല്ലാവരും ഫസ്റ്റ് ലിങ്കേര് ചില ആൾക്കാർ എനിക്ക് തോന്നാം അടുക്കളയിൽ നിന്ന് ഫിഷ് ഇങ്ങനെ ഫ്രൈ ചെയ്യേണ്ട സ്മെല്ല് വരുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധ അങ്ങോട്ട് പോകണ്ടോ എന്ന്. പ്രോപ്പറും കോമണും എല്ലാം പാടെ കൂടി കാണിഞ്ഞ് ഫിഷ് നൗണായിട്ട് മാറുമെന്നാവും. ഓക്കെ, അടുക്കളയിൽ നിന്ന് നല്ല അയില പൊരിക്കേണ്ട സ്മെല്ലൊക്കെ വരുന്നുണ്ടാവും. അപ്പം ഉണ്ടാവും. പണ്ട് ഞങ്ങൾ ഈ എന്താ പറയുക, സ്കൂളിലെ സൈൻ തീറ്റയും കോസ് തീറ്റയും ടാൻ തീറ്റയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലോ? വർക്ക് ഇങ്ങനെ ചെയ്യുകയാണ്. ആ സമയത്താണ്, അറിയില്ലേ, ട്രിഗോണമെട്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കോഴി പൊരിക്കേണ്ട സ്മെല്ല് ഇങ്ങനെ വരുന്നത്. അപ്പം എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഒരാൾ പറഞ്ഞ്, ഇപ്പോൾ ആൾ ഗൾഫിലാണ്, അവൻ പറഞ്ഞ് സൈനും കോസും ടാനും തീറ്റകൾ പോയി പണിയൊക്കട്ടെ, എനിക്ക് കോഴിത്തീറ്റ മതി പറഞ്ഞു. ഈ കോഴിത്തീറ്റ പറഞ്ഞാൽ കോഴികളെ തീറ്റയല്ല, അവൻ ഉദ്ദേശിച്ചത് ചിക്കൻ ഫ്രൈ ആണ്, കോഴിക്കാലാണ്. അത് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും തൽക്കാലം സൈൻ തീറ്റയും കോസ് തീറ്റയും ടാൻ തീറ്റയും നിർത്തിയിട്ട് കോഴിത്തീറ്റ വർക്ക് ചെയ്യലല്ല തിന്നാൻ ആരംഭിച്ചു. ഓക്കെ, യെസ്. അപ്പോൾ റെഡി അല്ല എല്ലാവരും? ഓക്കെ, ഒരുവിധം എല്ലാവരും ആൻസർ നൽകി. ടിപ്പു സുൽത്താൻ എന്നുള്ളത് ആ കപ്പലിനെ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. ഇന്ത്യയിലെ വേറെ ഒരു കപ്പലിനെയും ടിപ്പു സുൽത്താൻ എന്നുള്ള പേര് വിളിക്കാൻ പറ്റൂല. ടിപ്പു സുൽത്താൻ എന്ന പേര് പ്രോപ്പർ നൗൺ ആണെങ്കിൽ ഷിപ്പ് എന്ന പേര് നമ്മളെ ഇന്ത്യയിലെ ഏത് കപ്പലിനെയും വിളിക്കാം. ഇന്ത്യയിലെ മാത്രം, ലോകത്ത് എവിടെ കപ്പലുണ്ടോ ആ കപ്പലിനെ മുഴുവൻ നമുക്ക് ഷിപ്പ് എന്ന് പറഞ്ഞ പേര് വിളിക്കാം. അത് കോമൺ നൗൺ ആണ്. കഥ വീണ്ടും മുമ്പോട്ട് പോകണ്ടോ? കഥ അവസാനിക്കുന്നില്ല. ഈ നൗണിൻ്റെ ഒടുക്കത്തെ ഷാട്ടിങ് കാരണം നമ്മളാ കുടുങ്ങിയത്. പണ്ട് കുമാരനാശാൻ കുളി കഴിഞ്ഞ് വരുമ്പോഴാണല്ലോ അദ്ദേഹം വീണ് കിടക്കുന്ന പൂവിനെ കണ്ടത് അല്ലേ? അപ്പോൾ ആ പൂവ് എടുത്തുകൊണ്ട് അദ്ദേഹം 164 വരിയുള്ള കവിതയാണ് എഴുതിയത്. വിശ്വവിഖ്യാതമായ മലയാള കാവ്യം വീണ പൂവ്. ഒരു മലയാള MA ബിരുദധാരി പറയുകയാണ്, എന്തിനാ മൂപ്പര് കുളിക്കാൻ വേണ്ടി പോയത്? വീട്ടിൽ നിന്ന് കുളിച്ചാൽ പോരെ? പുറത്തുനിന്ന് കുളിക്കാൻ പോയതുകൊണ്ടല്ലേ പൂവിനെ കാണേണ്ടി വന്നതും 164 വരിയുള്ള കവിത ഞങ്ങൾക്ക് പഠിക്കേണ്ടി വന്നതുണ്ടായത് എന്ന് പറഞ്ഞ പോലെ നൗണിൻ്റെ അടുത്ത ആഗ്രഹം വരാൻ പോവുകയാണ്. എന്ത് ചെയ്യാം? തേർഡ് ആഗ്രഹം. നൗൺ പറഞ്ഞു, അമ്മേ എനിക്ക് ഈ സമൂഹ നാമങ്ങളായിട്ട്, അതായത് ഗ്രൂപ്പ് നൗണായിട്ട് മാറാനുള്ള കഴിവ് ഉണ്ടോ അമ്മേ? അമ്മക്കൊന്നും മനസ്സിലായില്ല. ABCD അറിയാത്ത അമ്മക്കെന്ത് ഗ്രൂപ്പ് നൗണ്? അതിൽ നൗൺ പറഞ്ഞെടുക്കുകയാണ്. അമ്മേ, ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരാളെ ഉണ്ടാവുള്ളൂ, കുറേ ആളുണ്ടാവുമോ?
ഉടനെ അമ്മ പറഞ്ഞു ഫാമിലി എന്ന് പറഞ്ഞാൽ കുറേ ആളുണ്ടാവും, ഉറപ്പല്ലേ? അല്ല അമ്മേ, നമ്മൾ ആർമി എന്ന് പറഞ്ഞാൽ ഒരു സോൾജർ മാത്രമേ ഉണ്ടാവുള്ളൂ അതോ കുറേ സോൾജർമാരുണ്ടാവുമോ? അമ്മ പറഞ്ഞു കുറേ സോൾജർമാരുണ്ടാവും. അല്ല അമ്മേ, ഈ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതോ കുറേ ആളുണ്ടാവുമോ? അപ്പോഴും അമ്മ പറഞ്ഞു കുറേ ആളുണ്ടാവും. എങ്കിൽ എനിക്ക് ഈ വാക്കുകളൊക്കെ ആയിട്ട് എനിക്ക് മാറാൻ കഴിയും. അപ്പം എനിക്ക് വേറെ സ്റ്റാറ്റസ് വേണം. വാട്സപ്പൊന്നും ഇല്ലാത്ത കാലത്താണ് ഇങ്ങനെ സ്റ്റാറ്റസ് ചോദിക്കേണ്ടത്. എനിക്ക് വേറെ സ്റ്റാറ്റസ്, എനിക്ക് വേറെ സ്ഥാനപ്പേര് വേണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അല്ലേ? കടിഞ്ഞൂൽ സന്തതിയാണ്. അമ്മ എന്ത് ആഗ്രഹവും സഫലമാക്കി കൊടുക്കും. മനസ്സിലായല്ലോ? അമ്മ പറഞ്ഞു എങ്കിലും ഓക്കെ, നീ എന്താ മനസ്സിൽ കണ്ട പേരെന്താ? സ്റ്റാറ്റസിനൊരു പേര് വേണ്ടേ, ഒരു സ്ഥാനപ്പേര് വേണ്ട. എന്താ പേര്? നൗണ് പറഞ്ഞു ഗ്രൂപ്പ് നൗണ് എന്ന അർത്ഥം വരുന്ന കളക്റ്റീവ് നൗൺ എന്ന പേര് മതി. എനിക്ക് കളക്റ്റീവ് നൗൺ എന്ന പേര് മതി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ തിയറിയിലേക്ക് വരുമ്പോൾ നൗണിനെ 3 തരംതിരിക്കാം. ഒന്നാമത്തത് നമ്മൾ പഠിച്ചു പ്രോപ്പർ നൗൺ, രണ്ടാമത്തത് പഠിച്ചു കോമൺ നൗൺ, മൂന്നാമത്തത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടം ആയി വരുന്ന വാക്കുകൾ. ആ വാക്കുകൾ നൗണാണ്. അത്തരം വാക്കുകളെ പറയുന്ന പേരാണ് കളക്റ്റീവ് നൗൺ. COLLECTIVE കളക്റ്റീവ് നൗൺ. അല്ലേ? ഒരു വല്ലാത്ത ശാഠ്യം. ഇങ്ങനത്തെ ശാഠ്യമൊക്കെ ഉള്ള മക്കൾ പെരിയ പോലും ഉണ്ടാവൂല. ഈ നൗണിൻ്റെ ശാഠ്യം കാരണം നമ്മളാ കുടുങ്ങിയത്. ഇതൊക്കെ പഠിക്കണ്ടഞ്ഞ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, അപ്പോൾ കഴിഞ്ഞില്ല, ഒരു ശാഠ്യം പാടുണ്ട് കേട്ടോ. ഇപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാളല്ല. ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. ഒരു കൂട്ടം വ്യക്തികൾ ഉണ്ടല്ലോ. കമ്മിറ്റി ഈസ് ഓൾസോ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. കമ്മിറ്റിയും ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ വരികയാണെങ്കിൽ അത് നമുക്കറിയാം ഫാമിലി ആവാം, അല്ലെങ്കിൽ കമ്മിറ്റി ആവാം. ഇനി ഇവർക്ക് പറയുന്ന വേറൊരു പേരുണ്ട്. ആ പേര് നിങ്ങളിൽ കുറച്ച് ആൾക്കാരെ കേട്ട് പരിചയം ഉണ്ടാവുള്ളൂ. അതാണ് ക്രൗഡ്. CROWD. ക്രൗഡ്, ആൾക്കൂട്ടം. ക്രൗഡ് ഇതൊക്കെ കളക്റ്റീവ് നൗണാണ്. ആർമി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് ആണ്. ആർമി എന്ന വാക്കിന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി കൊടുത്ത അർത്ഥം തന്നെ എ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ്, ഒരു കൂട്ടം പട്ടാളക്കാർ. ഓക്കെ, അപ്പൊ അതെന്താണ്? അതും കളക്റ്റീവ് നൗണാണ്. ഓക്കെ, യെസ്. ഇനി എല്ലാവർക്കും ഒരു എക്സസൈസ്, ഒരു വർക്ക് ഇപ്പം ചെയ്യാനുണ്ടോ. എന്താണെന്നറിയോ? ഞാൻ ഈ പറയാത്ത ഒരു കളക്റ്റീവ് നൗൺ കണ്ടെത്തി ടൈപ്പ് ചെയ്ത് അയക്കാൻ പറ്റുമോ? സാറ് പറഞ്ഞതാവരുത്. സാറ് പറയാത്തൊരു കളക്റ്റീവ് നൗൺ ഇപ്പം ടൈപ്പ് ചെയ്ത് അയക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? സ്റ്റുഡൻസ് അല്ല. രണ്ടാൾക്കാർ ആൻസർ റെഡി ആയി കഴിഞ്ഞു. ഇനിയും വേറെ ആൻസർ ഉണ്ട് കേട്ടോ. മിടുക്കികളുള്ള ഗ്രൂപ്പ് തന്നെയാണത്. സോറി, വെജിറ്റബിൾ എന്നതിൻ്റെ പ്ലൂറലാണ് വെജിറ്റബിൾസ്. ഈ കളക്റ്റീവ് നൗൺ ഒരിക്കലും പ്ലൂറൽ ആവാൻ പാടില്ല, പ്ലൂറലല്ല. ഓക്കെ, പോലീസ് എന്ന് കുറേ ആൾക്കാർ ചെയ്തു, അത് ശരിയാണ്. കാരണം പോലീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആണ്. ഇനി വേറെയും വാക്കുകളുണ്ട്, ഞാൻ പറയട്ടോ. ആനിമൽസ് ആവൂല, കാരണം അത് പ്ലൂറലാണ്. ആനിമൽസ് ഇത് പ്ലൂറലേ ആവൂല. കാരണം ഇപ്പം നമ്മൾ ഫാമിലീസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഫാമിലി നമുക്കറിയാം ഒറ്റ വ്യക്തിക്ക് പറയുന്ന പേരാണോ ഫാമിലി? അല്ല. അതാണ് നോക്കേണ്ടതാണ് കേട്ടോ. ഇനി ഇത്തരം ടീം അതിൽപ്പെട്ടതാണ്. നമുക്കൊരിക്കലും ടീം എന്ന് പറഞ്ഞാൽ ഒരാളല്ല, ഒരു കൂട്ടം ആളുകളാണ് ടീം. ഓക്കെ, ഇവിടെ ആരോ ടൈപ്പ് ചെയ്ത് അയച്ചിരുന്നു. ടീം ഓക്കെയാണ്. ഇപ്പം കളക്റ്റീവ് നൗണും ഓക്കെ ആയി. ഇനി എല്ലാവരും ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ആലോചിച്ചോളൂ. എന്നിട്ട് നല്ല വിഭിന്നമായ സാറ് ഇതുവരെ ചർച്ച ചെയ്യാത്ത അടിപൊളി കളക്റ്റീവ് നൗണുകൾ ടൈപ്പ് ചെയ്ത് അയച്ചോളൂ. ഓക്കെ, നോക്കട്ടെ നിങ്ങളിൽ മിടുക്കികൾ ആരൊക്കെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, യെസ്. ഈ പ്ലെയേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ പ്ലെയർ ഉണ്ടോ? പ്ലെയർ ഒരു കളിക്കാരനാണല്ലോ. അപ്പം അതല്ല. ഒരു കളിക്കാരനും കുറേ കളിക്കാരും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതല്ല. പാക്ക് ആവാം. കാരണം പാക്ക് പറഞ്ഞ ഒരു കൂട്ടമാണ് പാക്ക്.
കുടുംബശ്രീ ഇംഗ്ലീഷ് വാക്കല്ലെങ്കിലും തൽക്കാലം ഒപ്പിക്കാം. ഗ്രൂപ്പ് ഓക്കെ കേട്ടോ. ലയൺസ് അല്ല. ബഞ്ച്. ആരാണ് ബഞ്ച് എന്ന വാക്ക് ടൈപ്പ് തേച്ചത്? ആരാണ് മിടുക്കി ബഞ്ചിൻ്റെ ആള്? ഓക്കെ, റജീന അല്ലെ? റജീനയാണോ ബഞ്ച്? ബഞ്ച് എന്നത് ടൈപ്പ് ചെയ്ത് അയച്ച ആള് ആരാണ്? ഓ, വല്ലാത്ത കഴിവ്. ഷഫീല, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ടീച്ചർ, നിങ്ങളൊക്കെ ആദരണീയയായ ടീച്ചറായി മാറും കേട്ടോ, ഉറപ്പാണ്. നല്ല കഴിവാണ്. കാരണം ബഞ്ച് പറഞ്ഞാൽ കുല എന്നർത്ഥം. കൊല നമ്മൾ പറയില്ലേ, ഒരു കൊല മുന്തിരി എന്നൊക്കെ പറയില്ലേ, ബഞ്ച്. അല്ലാതെ ഇരിക്കുന്ന സ്ഥലമല്ല, അത് BENCH ആണ്. BENCH ആവും ബെഞ്ചാണ്. BUNCH ആണ് ഞാൻ പറഞ്ഞ ബെഞ്ച്, ഷെഫീല പറഞ്ഞ ബെഞ്ച്. ആ ബെഞ്ചാണ് കുല. ക്ലാസ് അഷിന അതാ അടിപൊളി വരുന്നുണ്ട്. ക്ലാസ് ഓക്കെ, ഡബിൾ ഓക്കെ. ക്ലാസ് റെഡിയാണ്. കോളനി റെഡിയാണ്. നിങ്ങൾ ആരെ പറഞ്ഞു കഴിവില്ലാന്ന്? സ്കൂളല്ല കേട്ടോ, സ്കൂളല്ല, സിറ്റിയും അല്ല. സ്കൂളും സിറ്റിയും ഒക്കെ കോമൺ നൗൺ ആണ്. ട്രീസും കോമൺ നൗൺ ആണ്. ഗാങ് ഓക്കെ, ഗാങ് ഓക്കെയാണ്. ഓക്കെ, ഇനി ഞാൻ അതിന്മേൽ തന്നെ കൂടുന്നില്ല. എല്ലാവരും ഒന്ന് ചർച്ച ചെയ്തോളൂ. അടുത്ത ക്ലാസ്സിലേക്ക് വരട്ടെ കേട്ടോ. നമ്മൾ അതിന്മേൽ തന്നെ കൂടി നിന്ന് കഴിഞ്ഞാൽ ക്ലാസ് തീരാൻ ഇനിയൊരു 5-10 മിനിറ്റ് പാടേ ഉള്ളൂ. നമുക്ക് അടുത്തതും കൂടി പറഞ്ഞാം അല്ലേ? ദുശാഠ്യം, ഒടുക്കത്തെ ഷാട്ട്. നമ്മളെ മക്കളൊക്കെ ഇങ്ങനത്തെ ഷാട്ടും കാണിച്ചാണ്ടല്ലോ നമ്മൾ തച്ചാണ്ട് ശരിയാക്കൂലേ? എന്നാൽ ഈ അമ്മ അങ്ങനെ ആയില്ല കേട്ടോ. കാരണം ഈ അമ്മ ഒരു സാധാരണ അമ്മയല്ല, ഒരു വല്ലാത്ത അമ്മയാണ്. കഥ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അമ്മയുടെ പേര് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. വീട്ടുപേര് പറഞ്ഞു, മക്കളെ പേര് പറഞ്ഞു, അച്ഛനില്ല. അമ്മയുടെ പേര് ഇതുവരെ പറഞ്ഞില്ല. ഇതൊരു ചലഞ്ചാണ്. ഇന്നത്തെ ചലഞ്ച്, ഇന്ന് തേഴ്സ്ഡേ ആണല്ലോ, തേഴ്സ്ഡേ ചലഞ്ചാണ്. അമ്മയുടെ പേരെന്താണ്? ഇപ്പം ആ ടൈപ്പ് ചെയ്ത് അയക്കരുത്, വാട്സപ്പിൽ അയക്കാവും. നോക്കട്ടെ ആരാ കഴിവുള്ളത്. ഇപ്പം ആ ടൈപ്പ് ചെയ്ത് അയക്കരുത്, വാട്സപ്പിൽ മാത്രം അയക്കുക. അമ്മയുടെ പേര് ഇതൊക്കെ പറഞ്ഞെങ്കിൽ നമ്മൾ ഈ കഥയിൽ അമ്മയുടെ പേര് ഇതുവരെ പറഞ്ഞില്ലല്ലോ? ഇല്ല. ഞാൻ അറിയാതെ പറഞ്ഞേക്കണോ? ഇല്ല. അതുകൊണ്ട് ഇന്നത്തെ ചലഞ്ചിങ് ഇന്ന് ഗ്രൂപ്പുകളിൽ നമ്മൾ സമാന്തര ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ അല്ലേ, ഒരുപാട് തമാശ പറയാൻ. ചോറുന്ന, ചായ കുടിച്ച എന്നൊക്കെ ചോദിച്ചുകാണ്ട് തമാശ പറയാൻ ഒരുപാട്, അല്ലെങ്കിൽ 1-2 ഗ്രൂപ്പുകൾ ആക്റ്റീവായി വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച ഉണ്ടാവട്ടെ. എന്താണ് അമ്മയുടെ പേര്? സുമതിയാവോ, സരസ്വതിയാവോ, ആമിനയാവോ, ഓമനയാവോ, ഫിലോമിനയാവോ? ഇതൊന്നുമല്ല, വേറൊന്നും. ക്ലൂ എന്താ തരിക? ഒരു കാര്യം പറഞ്ഞുതരാം. ആ അമ്മ പടർന്ന് പന്തലിച്ച് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച ഒരു വൻ വടവൃക്ഷമായിട്ട് ഇന്നും നിലകൊള്ളുന്നു. അവർക്ക് മരണമില്ല. ഓക്കെ, അവർക്ക് മരണമില്ല. ഇപ്പോൾ ആരും ടൈപ്പ് ചെയ്ത് അയക്കരുത്, വാട്സപ്പിൽ വരട്ടെ. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വേണമെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്തോളി. ഇന്നത്തെ മെയിൻ ചൂടപ്പം പോലെയുള്ള ചൂടേറുന്ന വിഷയം തന്നെ ആവട്ടെ. ഓക്കെ, അല്ല, പാർട്സ് ഓഫ് സ്പീച്ച് അല്ല ഇപ്പോൾ ഞാനത്. കാരണം ഇപ്പോൾ ക്ലാസ്സിൽ ഒരു പോയിന്റും പാടെ പറയാനുണ്ട്. സമയം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തായാലും നമുക്ക് ആക്റ്റീവായിട്ട് പറയാം കേട്ടോ. അതിന് മുമ്പ് വാട്സപ്പിൽ നമുക്ക് ചർച്ച ചെയ്യാം. വാട്സപ്പിൽ ഗ്രൂപ്പിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടായിക്കോട്ടെ. എനിക്ക് പേഴ്സണലി നിങ്ങൾ ആൻസർ അറിയിച്ചോളൂ. ഞാൻ ആൻസർ എഴുതിയ ആളുകളെ പേര് പ്രത്യേകം നോട്ട് ചെയ്യും. ആരൊക്കെയാണ് നോക്കട്ടെ, മിടുക്കികൾ. ഓക്കെ, യെസ്. ഇനി വേറൊരു വല്ലാത്ത ക്വസ്റ്റ്യൻ്റെ അടുത്ത ക്ലാസ് പറഞ്ഞു കേട്ടോ. നിങ്ങളെ ബുദ്ധിശക്തി ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമുക്ക് നൗൺ എന്ന മകൻ്റെ അവസാനത്തെ ശാഠ്യം ഒരു ഒടുക്കട്ട ശാഠ്യമായി പോയില്ല. ഇങ്ങനെ ശാഠ്യം, ഇത് ദുശാഠ്യം എന്ന് പറയാൻ പറ്റില്ല, ദുശാഠ്യം എന്ന് പറയേണ്ടി വരും. നമ്മൾ പുപ്പുലി എന്ന് പറഞ്ഞ പോലെ അല്ലേ? ഈ 2 പുലിയുടെ കഴിവുള്ള ആൾക്കാരല്ല പുപ്പുലി എന്ന് പറഞ്ഞത്. അത് പൊതുവല്ലാതെ ശാഠ്യമായി പോയി അല്ലേ? അമ്മയുടെ അടുത്ത് പോയി, അമ്മേ എനിക്കൊന്നും കൂടി പറയാണ്ട്. അമ്മ ചോദിച്ചു, എന്താ അങ്ങനെ പറയാനുള്ളത്? അമ്മക്കും അടുത്തേക്കണേ. ഓക്കെ, എങ്കിലും അമ്മയാണ് സ്നേഹത്തിൻ്റെ മകുടോദാഹരണമാണ്. അമ്മ ചോദിച്ചു, എന്താ നിനക്ക് പറയാനുള്ളത്? അമ്മേ, നമുക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് ഈ ഗുണങ്ങളൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാവുമല്ലോ അല്ലേ? അമ്മക്ക് മനസ്സിലായില്ല, നീ എന്താ ഉദ്ദേശിച്ചത്? അവനോട് പറയാണ്, അമ്മേ, സത്യസന്ധത ഒരു ഗുണമാണല്ലോ, നമുക്കത് എടുത്ത് കാണിക്കുവാൻ കഴിയോ? ഇല്ല, അത് ഇൻവിസിബിൾ ആണ്
അല്ലേ? അല്ല അമ്മേ? ആണ്. സത്യസന്ധത. അതിനെന്താ ഇംഗ്ലീഷിൽ പറയാ? ഓണസ്റ്റി. ഓണസ്റ്റി ഓണസ്റ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത. ഓക്കെ അമ്മേ, അങ്ങനെയുള്ള എടുത്തു കാണിക്കാൻ കഴിയാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ള നമ്മുടെ സ്വഭാവങ്ങൾ, ശീലങ്ങൾ, അതിനൊക്കെയുള്ള ഇംഗ്ലീഷ് വാക്കും നൗണാണല്ലോ. അതായിട്ട് ഞാൻ മാറും. നൗണ് പറയാണ്, ഞാൻ മാറും. മാറുമ്പോൾ എനിക്കൊരു പ്രത്യേകമായ സ്ഥാനപ്പേര് വേണം. ഓക്കെ, അമ്മ ചോദിച്ചു. നീ എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല, നീ പറഞ്ഞുകൊണ്ട. അപ്പോൾ നൗണ് പറഞ്ഞു കൊടുക്കുകയാണ്, അമ്മേ നമ്മൾ ഈ കുട്ടിക്കാലത്തിന് എന്താ ഇംഗ്ലീഷിൽ പറയുക? അമ്മ പറഞ്ഞു കൊടുത്തു, ചൈൽഡ്ഹുഡ്. എന്താ പറയുക? ചൈൽഡ്ഹുഡ്. ഇനി കുട്ടിക്കാലം കഴിഞ്ഞ് കുറച്ചും കൂടി മുതിർന്ന കുട്ടിയാകുമ്പോൾ ആ കാലത്തിന് എന്താ പറയുക അമ്മേ? ബോയ്ഹുഡ്. ഇതൊക്കെ എടുത്ത് കാണിച്ചു കണ്ട് ഇതാണ് ചൈൽഡ്ഹുഡ്, ഇതാണ് ബോയ്ഹുഡ് എന്ന് കാണിക്കാൻ പറ്റുമോ അമ്മേ? ഇല്ല, അതൊക്കെ മനുഷ്യൻ്റെ ഓരോ അവസ്ഥയല്ലേ. അമ്മ പറഞ്ഞു കൊടുത്തു. അമ്മ ഞാനതാ ഉദ്ദേശിച്ചത്. നമുക്ക് എടുത്ത് കാണിക്കാൻ കഴിയാത്ത എന്നാൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗുണങ്ങളോ അവസ്ഥകളോ ഒക്കെ ആയി മാറുന്ന ഇംഗ്ലീഷ് വാക്കുകളൊക്കെ നൗണാണ് അമ്മേ. അങ്ങനെ ആ വാക്കുകളായിട്ട് നൗണായി ഞാൻ മാറുമ്പോൾ എനിക്കൊരു സ്റ്റാറ്റസ് വേണം. അമ്മ ചോദിച്ചു, എന്താ നീ ഉദ്ദേശിക്കുന്ന സ്റ്റാറ്റസ്? അമ്മേ, നമ്മൾ ഈ രൂപങ്ങളോ ഭാവങ്ങളോ ഒന്നും ഇല്ലാത്തതിന് നമ്മൾ പറയുന്ന പേര് അബ്സ്ട്രാക്റ്റ് എന്നല്ലേ? ആ വാക്ക് പറയാൻ നിങ്ങൾക്കിപ്പോൾ ചില ആൾക്കാർക്ക് നാവടിക്കേണ്ടി വരും കേട്ടോ. ഒന്ന് പറഞ്ഞ് പഠിച്ചോളൂ, മൈക്ക് ഓണാക്കാതെ. അബ്സ്ട്രാക്റ്റ്. എൻ്റെ കൂടുതൽ പറഞ്ഞോളി, അബ്സ്ട്രാക്റ്റ്. ഓക്കെ അമ്മ, എനിക്ക് ആ പേര് മതി, അബ്സ്ട്രാക്റ്റ് നൗൺ. എന്താണ് അബ്സ്ട്രാക്റ്റ് നൗൺ? അമ്മ പറഞ്ഞു, ഇനി മേലിൽ ഇത്തരം ആഗ്രഹങ്ങളും ശാഠ്യങ്ങളും വെച്ച് എൻ്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ നിന്നെ ഈ പഞ്ചായത്ത് ഞാൻ ഓടിക്കൂട്ടാം, നിന്നെ ഈ പഞ്ചായത്തിൽ നിന്ന് ഞാൻ ഗെറ്റ് ഔട്ട് അടിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, കാരണം നമുക്കറിയാം ഇപ്പം അഞ്ചാമത് പിന്നെയും വരും. അഞ്ചാമത് പിന്നെയും പോയിക്കണേ. നൗണിൻ്റെ ആഗ്രഹങ്ങൾ 4 നിൽക്കുന്നുണ്ട്, പക്ഷെ അഞ്ചാമത് പിന്നെയും പോയി. അമ്മ ഗെറ്റ് ഔട്ട് അടിച്ചു. അതും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. സ്പെല്ലിങ് പറയാം. അബ്സ്ട്രാക്റ്റ് ABSTRACT. അബ്സ്ട്രാക്റ്റ്. ഓക്കെ, അബ്സ്ട്രാക്റ്റ്. ഇപ്പം ആരൊക്കെയോ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്, ശ്രദ്ധിക്കാം. ഓക്കെ, നൗണ് പിറ്റേ ദിവസം വീണ്ടും അമ്മയെടുത്ത് തന്നു. അമ്മ ഒരാഗ്രഹം കൂടി. അമ്മ പറഞ്ഞു, ആഗ്രഹം പറഞ്ഞോ, പക്ഷേ നിനക്ക് സ്റ്റാറ്റസ് പോയിട്ട് ഇനി വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനുള്ള അവസരം പോലും തരൂല. ഇപ്പോഴത്തെ ഭാഷയിൽ പറയുകയാണെങ്കിലേ നിനക്ക് വിളിപ്പേര് തരൂല. ഓക്കെ, നീ പറയും എന്താ? അല്ല അമ്മേ, ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ ഒന്നും പെടാത്ത കുറേ വാക്കുകളില്ലേ? അമ്മ ചോദിച്ചു, എന്താണ്? നോൺ പറഞ്ഞു, സുനാമി. സുനാമി അതൊരു പ്രകൃതി പ്രതിഭാസമാണ്. സുനാമി നമുക്കറിയാം അല്ലേ? രാഷ്ട്ര തിരമാലകൾ. ഫ്ലഡ്. എന്താ ഫ്ലഡ് പറഞ്ഞാൽ? വെള്ളപ്പൊക്കം. എർത്തുകേക്ക് പറഞ്ഞാൽ ഭൂമിയോളം വലുപ്പമുള്ള കേക്കല്ല കേട്ടോ, ഞങ്ങനെ അർത്ഥം വെക്കണ്ട. എർത്തുകേക്ക് ഭൂമി കുലുക്കാണ്. ഭൂമി കുലുക്കം, എർത്തുകേക്ക്. ഇതൊക്കെ അമ്മയെ പ്രകൃതി പ്രതിഭാസങ്ങളല്ലേ? അമ്മ പറയാണ്, അതെ, നാച്ചുറൽ ഫിനോമിന അല്ല കേട്ടോ, നാച്ചുറൽ ഫിനോമിന, പ്രകൃതി പ്രതിഭാസങ്ങൾ. ഇതൊക്കെ ആയിട്ട് എനിക്ക് മാറാൻ കഴിയും. അപ്പം എനിക്ക് അമ്മേ മെറ്റീരിയൽ നൗൺ എന്ന പേര് എനിക്ക് തന്നൂടെ? അമ്മ ചൂലും ഇങ്ങോട്ട് എടുത്ത് 2 ഓങ്ങൽ, പക്ഷെ കൊണ്ടില്ല. അപ്പോഴേക്കും നൗൺ എന്ത് ചെയ്തേക്കണ്? ലോങ് ജമ്പ് ചാടിയേക്കണ്. നമ്മൾ അടുക്കളയിൽ നിന്ന് നേരെ പുറത്തേക്ക് ചാടിയേക്കണം. അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നടുപ്പുറത്ത് അടയ്ക്കുക വണ്ടി വരിക. അതുകൊണ്ട് മെറ്റീരിയൽ ആരും പഠിക്കണ്ട. ഓക്കെ, പുകഞ്ഞ കൊള്ളി പുറത്ത്. മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ടായിരുന്നു. ഇന്ന് ഇംഗ്ലീഷ് ആമ്പർന്ന് ഒഴിവാക്കണ്ട. ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ കഥയിലൂടെ ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നൗൺ എത്ര കാറ്റഗറി ഉണ്ട്? 4 കാറ്റഗറി ഉണ്ട്. ഏതൊക്കെയാണ്? പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, പിന്നെ കളക്റ്റീവ് നൗൺ, അബ്സ്ട്രാക്റ്റ് നൗൺ. ഒന്നുകൂടി പറഞ്ഞുതരാം, ശ്രദ്ധിക്കെല്ലാവരും. ഇന്ന് ക്ലാസ് അവസാനിക്കാൻ പോവുകയാണ്. ഇന്ന് നിങ്ങളെ മനസ്സിലുള്ള ഈ പോയിന്റ് വേണം. ഇത് പരീക്ഷയ്ക്ക് എന്തായാലും വരും, ഉറപ്പാണ്. ഒരു 3 മാർക്കുള്ള ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾ ഉറപ്പിച്ചോടി. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്നുകൂടി ശ്രദ്ധിക്കാം. പിന്നെ ആദ്യത്തെ 1 പ്രോപ്പർ നൗൺ,
രണ്ടാമത്തത് കോമൺ നൗൺ, മൂന്നാമത്തത് കളക്റ്റീവ് നൗൺ, നാലാമത്തത് അബ്സ്ട്രാക്ട് നൗൺ. ഒന്നും കൂടി പ്രോപ്പർ നൗൺ. ഈ പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് മനസ്സിൽ ഓർമ്മയിൽ വേണം കേട്ടോ. ഇനി ഓർമ്മയില്ലാത്തവർ ഇതാ ലൈവ് ക്ലാസ് റെക്കോർഡഡ് ആണ്. ഈ ക്ലാസ് നാളെ ഇത് അപ്ലോഡ് ചെയ്ത ലിങ്ക് അയച്ചു തരും. ക്ലാസ് കാണാതെ പഠിച്ച് ഉറപ്പിക്കണം. കാരണം ഇത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ സിലബസിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി നമുക്ക് നൽകിയ PDF ഈ ഭാഗം നിർബന്ധപൂർവ്വം അവർ ഉൾപ്പെടുത്തി ഇവിടുന്ന് ക്വസ്റ്റ്യൻ ഇട്ടു. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഔട്ട് ഓഫ് സിലബസ് കുറച്ച് ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റി കൊടുക്കാറുണ്ട്. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരെ ഇതിന് നല്ല പേര് കേട്ടതാണ് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ കൊടുക്കുക. നിങ്ങൾ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ വന്നാൽ പോലും നിങ്ങൾ ആൻസർ ചെയ്താൽ കഴിയാതിരിക്കരുതെന്ന നിർബന്ധം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഔട്ട് ഓഫ് സിലബസ് പോലും നിങ്ങളുടെ നന്നായി പഠിപ്പിക്കേണ്ടത്. അതുപോലും പഠിപ്പിക്കും. ടെക്സ്റ്റ് ബുക്കിലുണ്ടോ ഇല്ല എന്നുള്ള നല്ല പ്രശ്നം. ഓക്കെ, ഒന്നുകൂടി പറയാം നമുക്ക്. പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ എക്സാമ്പിളാണ് ഷഹാന, അഫീഫ, ആഫിയ, ആസിയ. എക്സാമ്പിൾ. ഇനി കോമൺ നൗൺ. കോമൺ നൗൺ എക്സാമ്പിളാണ് ടീച്ചർ, ബോയ്, ഗേൾ, ലേഡി, വുമൺ, മാൻ. ഇനി അടുത്താണ് കളക്റ്റീവ് നൗൺ. അതിന് എക്സാമ്പിളാണ് ഫാമിലി, കമ്മിറ്റി, ആർമി. ഓക്കെ, ഈ അവസാനത്താണ് അബ്സ്ട്രാക്റ്റ്. അബ്സ്ട്രാക്റ്റിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല, പറഞ്ഞു തരാം. 2-3 എക്സാമ്പിൾ പറഞ്ഞേക്കണം. എന്തായാലും 2-3 എക്സാമ്പിൾ മതി, കൂടുതൽ ഇപ്പം തന്നെ വേണ്ട. അത് ഇതിന് പടിഞ്ഞു വരട്ടെ. അബ്സ്ട്രാക്റ്റ് ആണ് ഓണസ്റ്റി. എടുത്ത് കാണിക്കാൻ കഴിയാത്ത സ്വഭാവങ്ങളോ ഗുണങ്ങളോ ഒക്കെ ഇംഗ്ലീഷിൽ എന്താണ് പറയുക, അതാണ് പിന്നെ ഈ പറഞ്ഞ വാക്കുകൾ. ഓക്കെ, അതാണ് അബ്സ്ട്രാക്റ്റ് നൗൺ. ഓണസ്റ്റി, സത്യസന്ധത. ഓക്കെ, എല്ലാവർക്കും ക്ലാസ് ക്ലിയർ ആയോ? ഇനി മൈക്കോൺ ആയിക്കോളി, കുഴപ്പമൊന്നുമില്ല. റെഡി ആയോ? ആ, പക്ഷെ എങ്കിലും സെക്കൻഡ് ലിങ്കിൽ കയറി വന്ന് നമ്മുടെ പ്രിയ സഹോദരിമാർ കുറച്ച് അല്പസമയം ഇത് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. എങ്കിലും പ്രധാനപ്പെട്ട കാര്യമൊക്കെ അവർ കേട്ടിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഈ കാര്യം ഒന്നും കൂടി പറയും. ഇനി നന്നായി മനസ്സിലായവരൊന്നും വിചാരിക്കരുത്, മറ്റൊന്നും കൊണ്ടല്ല. ഇവിടുന്ന് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് വരുന്നോണ്ടാണ് കേട്ടോ, PDF ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ടാണ് ഈ ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി 2 ലിങ്ക് തരുന്നുണ്ട്. ഇനി 100-ലേറെ ആൾ വരുമ്പോൾ പ്രയാസമൊന്നും വേണ്ട. നമ്മളതിനുള്ള പോം വഴി റെക്കോർഡിംഗ് ഉണ്ട് കേട്ടോ. റെക്കോർഡിംഗ് കൊണ്ട് എല്ലാം റെഡി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് നിങ്ങൾ 1.5 മണിക്കൂർ നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്നേക്കണം. നിങ്ങളെ ഞാൻ സമ്മതിച്ചേക്കണം. ഇന്ന് നമ്മുടെ ഒരു 10-80-ലേറെ ആളുകൾ ഇന്ന് 1.5 മണിക്കൂർ ക്ലാസ്സിൽ എന്നെ സഹിച്ചു. താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും അമ്മയുടെ പേരും അതുപോലെ ഈ 4 നൗണുകളും ഇന്ന് നിങ്ങളെ ചർച്ചകളിൽ ഇതന്നെ തീപ്പൊരിയാവട്ടെ. ഓക്കെ, ഇങ്ങോട്ട് വരട്ടെ എല്ലാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി നിങ്ങളെല്ലാവരും അടുക്കളയിൽ പോയിങ്ങാണ്ട് മത്തിയും അയലയും പൊരിച്ചോളൂ കേട്ടോ. ഓക്കെ, ആ ചോദിച്ചോളൂ, സംശയം. ഓക്കെ, താങ്ക് യു. എങ്ങനെ? മറ്റൊരു ഉദാഹരണം. ഇപ്പം നമ്മൾ ഈ മോഷണം എന്ന പ്രവൃത്തിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് തെഫ്റ്റ്. THEFT. തെഫ്റ്റ്. തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മോഷണം. വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു കൊടുക്കുക, പക്ഷെ എടുത്ത് കാണിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതാണ് മോഷണം എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ആ വേർഡ് അടുത്തൊരു എക്സാമ്പിളാണ്. പിന്നെ അബിലിറ്റി. ഇവിടെ കാവേരി BR വളരെ സമർത്ഥയായിട്ട് അടിപൊളിയായിട്ട് എക്സാമ്പിൾ കൊടുത്തേക്കണേ. കഴിവ് എന്ന സാധനം, ഇതാണ് കഴിവ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചിരട്ട പോലെ എടുത്ത് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അബിലിറ്റി എന്ന വേർഡ് കൂടി ഈ അബ്സ്ട്രാക്റ്റിൽ പെടും കേട്ടോ. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, ഞാൻ കൂടുതൽ പറയാത്ത വേറെ ഒന്നുകൊണ്ടുമല്ല. കൂടുതൽ പറയുന്നതോറും ഈ കൺഫ്യൂഷൻസ് വരും. അതോടും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കേട്ടോ. ക്രൈം വേറെ ഒന്നാണ് കാവേരി. ക്രൈമും ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഈ കഥ വീണ്ടും നമ്മൾ പറയും. ഈഗോക്ക് എക്സാമ്പിളാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ എക്സാമ്പിൾ കിട്ടും. ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിവുള്ളവരാണെന്നുള്ളത്. നിങ്ങൾ എൻ്റെ അടുത്ത് പറയും സാറേ ഞങ്ങൾക്ക് കഴിവൊന്നുമില്ല, പക്ഷെ നിങ്ങൾ തന്നെ അടിപൊളി എക്സാമ്പിൾ, എൻ്റെ മനസ്സിൽ പോലും തോന്നുന്ന എക്സാമ്പിൾ ഇതാ വരുന്നത്. ഓക്കെ,
തീർച്ചയായിട്ടും വാർ അബ്സ്ട്രാക്റ്റ് ആണ്. ഓക്കെ. ലവ് ഉറപ്പല്ലേ? ലവ് അബ്സ്ട്രാക്റ്റിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ലവ്. ഓക്കെ. അപ്പോൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഓരോരുത്തരും ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്തോളൂ. ഇന്ന് ഏകദേശം 120ഓളം ആളുകൾ ഇന്ന് ക്ലാസ്സിന് ലൈവായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ക്ലാസ്സിൽ റെക്കോർഡായിരിക്കണം അത്. എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കേട്ടോ. മറ്റു ക്ലാസ്സുകളിലും നിങ്ങൾ എത്തിയിട്ടുണ്ടാവും, 120 ആയിട്ടുണ്ടാവും മറ്റു വിഷയങ്ങൾ ക്ലാസ്സിൽ. പക്ഷേ ഇന്ന് എൻ്റെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ആദ്യമായിട്ട്. ഓക്കെ, എല്ലാവരും ക്ലാസ്സിൽ നിന്ന് റിമൂവ് ആയിക്കോളൂ, ലെഫ്റ്റ് അടിച്ച് പോയിക്കോളൂ കേട്ടോ. ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. വെൽക്കം.